ഇനി ആരെങ്കിലൊക്കെ വരാൻ നിങ്ങളുടെ ടീമിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഇനാക്റ്റീവായി കിടക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതില് കഴിഞ്ഞ തവണത്തെ എൻക്യൂഡി മെമ്പേഴ്സിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയൊരു ലോട്ടറി തന്നെയാണ് ശരിക്കും പറയുന്നത് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത്. എൻക്യൂഡിയിൽ നിന്ന ആളുകൾ എല്ലാവർക്കും അത് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. അവർക്ക് ഒന്നുകൂടി വലിയൊരു കെട്ടിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ചാൻസ്. നമുക്ക് ഈ ഓഫർ എല്ലാം തന്നെ ശരിക്കും തൂഫാൻ, നമ്മൾ പറയാറുണ്ട് ലേറ്റ് വന്ന ലേറ്റസ്റ്റ് വരും എന്ന് പറഞ്ഞ പോലെ ഗംഭീരമായിട്ടുള്ള, ഒരുപക്ഷെ മോദിക്ക് പിന്നെ വരെ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്ത ശേഷം 10 വർഷത്തോളമായി. ഈ 10 വർഷത്തിന്റെ ഇടയ്ക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട് ഒരു ഫോറിൻ ട്രിപ്പ് കമ്പനി കൊടുത്തത് ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. അത്രയധികം സിമ്പിൾ ആക്കിയിട്ടാണ് നമുക്കിപ്പോ തന്നിരിക്കുന്ന ഈ ഒരു അവസരം. അത് മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. മാക്സിമം ഓരോ ടീമിൽ നിരവധി ആൾക്കാരെ ക്വാളിഫൈ എന്നുള്ളതാണ്. നമുക്ക് ഇവിടുന്ന് ചാർട്ട് ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് തന്നെ നിരവധി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്തായാലും നമ്മുടെ ബിസിനസിനെ അടുത്തൊരു ഘട്ടത്തിലേക്ക് ശരിക്കും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു അവസരമാണ് ഇപ്പൊ കൈവന്നിരിക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും, അതായത് ബോട്ടം ലെവലിൽ നിന്ന് മിഡിൽ ലെവലിൽ നിന്നും ടോപ്പ് ലെവലിലും എല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഓഫറാണ് തൂഫാൻ 2024 നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത്. ഒരു വലിയ കൊടുങ്കാറ്റ് തന്നെയാണ്. ഈ കൊടുങ്കാറ്റിലെ കുറെ പേര് നമ്മള് ശ്രീലങ്കയിലേക്ക് ഇങ്ങനെ പറന്നു പോകും അല്ലെ. ഓക്കെ, എനിവേ നമുക്ക് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം. തൂഫാൻ 2024 ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ടു ബൂസ്റ്റ് യുവർ ആസാദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ശരിക്കും ഒരു കൊടുങ്കാറ്റ് തന്നെയാണ് വന്നിരിക്കുന്നതിനകത്ത്. നമുക്ക് 4 ടൈപ്പാണ് നമുക്ക് വന്നിരിക്കുന്നതിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്ന് ക്യാഷ് റിവാർഡ്സ് ആണ്, അതേപോലെ തന്നെ ഫോറിൻ ട്രിപ്പ്, നമുക്ക് ശ്രീലങ്കയിലെ ട്രിപ്പാണ്. മറ്റത് 2 കോടി ക്ലബ്ബ്, നമുക്ക് 2 കോടി ടൈറ്റിൽ ബേസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 കോടി നമുക്ക് കിട്ടുന്നതിൽ പോകുന്നു. മറ്റൊന്ന് അഗ്രിയിൽ വന്നിരിക്കുന്ന ഓഫറാണ്. അഗ്രിയിൽ ബിസിനസ് വോളിയം BV അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു, ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നതിനകത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സിമ്പിൾ ആയിട്ട് എന്താ ഈ ഓഫർ എന്ന് പറഞ്ഞു പോവാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ നമുക്ക് ആർക്കൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ, ഏത് രീതിയിൽ ചെയ്താൽ എന്തുമാത്രം ബെനിഫിറ്റ് നമ്മളിലേക്ക് എത്തും, അതിൽ എന്തൊക്കെ കണക്റ്റഡ് ആണ്. ഈ ഒരു ഓഫറിനെ ഇതിനെ ബോട്ടം ലെവൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കത് എങ്ങനെ അടുത്ത ശ്രീലങ്കൻ ട്രിപ്പിലേക്ക് വിൻ ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്ത് പോവാം. അതിന് എത്ര ഈ ഓഫറിനകത്ത് നമ്മള് ആദ്യത്തെ ബോട്ടം ലെവലിലുള്ള ഓഫറിലെ 1 മിനിറ്റ് ഞാനത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് എന്താണ് ധൻവർഷ അല്ലെ, ധൻവർഷ എന്നാണ് അതിന് വിളിക്കുന്ന പേര്. ഈ ധൻവർഷ മന്ത്ലി ക്യാഷ് റിവാർഡ് എത്ര ആളുകളെ നമ്മൾ ക്വാളിഫൈ ചെയ്യിപ്പിച്ചാലാണ് നമുക്ക് ശ്രീലങ്കയിലേക്ക് പോകാന്നുള്ളത് പറയാം. നമുക്ക് അതാണ് ഇത് കണക്ട് ചെയ്യാന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ശ്രീലങ്കയിലേക്ക് നമുക്ക് പോകണം. ഇനി ശ്രീലങ്കയിലേക്ക് ആളുകൾ പറഞ്ഞുകൊണ്ട് എങ്ങനെ 2 കോടി ക്ലബിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുള്ളത് അത് നമുക്ക് നോക്കണം. എങ്ങനെ ഇതെല്ലാം കണക്റ്റഡ് ആണ് ഇതിനകത്ത്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ഈ ഒരു കാര്യം എന്താണെന്ന് നമുക്ക് നോക്കിയതിനു ശേഷം നമുക്ക് അതിലേക്ക് ഇനി നമുക്ക് പോകാം. ക്ലിയർ? ഓക്കെ, അപ്പോ നമുക്ക് ആദ്യത്തെ ഓഫർ എന്ന് പറയുന്നത് ധൻവർഷ മന്ത്ലി ക്യാഷ് റിവാർഡ്സ് ഉള്ള ഓഫറാണ് ആദ്യത്തെ ഓഫർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ വിദേശ യാത്ര, അതായത് ശ്രീലങ്കയിലേക്കാണ്. നമുക്ക് 3 നൈറ്റ്സ് ശ്രീലങ്കയിലേക്കാണ് ഈ ഒരു ഓഫർ വന്നിരിക്കുന്നതിനകത്ത്. പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീലങ്കയില് ഞാൻ 2010 എൻഡില് ഞാനും ജിഷാദ് ബക്കർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ശ്രീലങ്കയിൽ പോയ വ്യക്തിയാണ്. 2010 വളരെ മനോഹരമായ ഒരു പ്ലേസ് ആണ്. ശരിക്കും നന്നായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ട് ഒരു പ്ലേസ് തന്നെയാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ മൂല്യം കൂടുതലാണ് നമ്മുടെ റുപ്പീസിന്റെ. അപ്പൊ നമ്മളൊരു 10,000 രൂപയും കൊണ്ടുപോയാൽ അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ശ്രീലങ്കയുടെ 20,000 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാമായിരുന്നു അങ്ങനെ വരുമ്പോൾ. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ടുണ്ടാവും അല്ലെ. ഇപ്പം ശ്രീലങ്ക ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യൻ റുപ്പി എത്രയും നോക്കിയിട്ടില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും ഇപ്പൊ എത്രയാണ് അതിന്റെ വാല്യൂ എന്നുള്ളത്. അവിടുത്തെ റുപ്പി ആയിട്ടുള്ള വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു 10,000 നമ്മൾ കൊണ്ടുപോയാൽ അവിടെ 20,000 രൂപയെങ്കിലും നമുക്ക് അവിടുത്തെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും, അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ മറ്റു പല നമ്മൾ പോകുന്നുണ്ടെങ്കിലൊക്കെ അതിന് നമുക്ക് എക്സ്പെൻസീവ് അല്ല എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. സാധാരണ മറ്റുള്ള രാജ്യങ്ങൾ നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഒരു പ്രോബ്ലം അതായിരുന്നു അല്ലെ. നമ്മള് ദുബായ് ആണെങ്കിൽ തന്നെ നമ്മളുടെ 20 രൂപ കൊടുത്താണ് അവിടുത്തെ ഒരു റിയാൽ കിട്ടുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇനിയിപ്പം മറ്റേ ലണ്ടനൊക്കെ പോവുകയാണെങ്കിൽ നമ്മളുടെ 84-85 രൂപ കൊടുത്താലാണ് അവിടുത്തെ 1 പൗണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് എക്സ്പെൻസീവ് ആയിരുന്നു. അത് മറ്റല്ല, തായ്ലൻഡ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. 2 രൂപ 3 രൂപയ്ക്ക് എങ്ങാണ്ട് തായ്ലൻഡിൽ കൊടുത്താലാണ് അവരുടെ 1 രൂപ കിട്ടുന്നുള്ളതാണ്, ഒരു ബാട്ട് കിട്ടുന്നത് നമുക്ക്. അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെയാണ് നമുക്ക് ഇവിടെ നേരെ തിരിച്ചാണ് നമുക്ക് ഇനി പോകാൻ. ശ്രീലങ്കയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മളുടെ റുപ്പിക്ക് എപ്പോഴും മൂല്യം കൂടുതലാണ്. ഓക്കെ, സോ നമുക്ക് അതിൽ ആദ്യത്തെ ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. ആദ്യത്തെ എന്താണ്? ധനവർഷ മന്ത്ലി ക്യാഷ് റിവാർഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏൺ അപ് ടു 7,500 rupees എക്സ്ട്രാ ഇൻ 4 months. ഇതിന്റെ 7,500 രൂപ വരും. അതായത് നമ്മുടെ ബോട്ടം ലെവൽ ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇൻകം അവരുടെ അക്കൗണ്ടിലേക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ചാൻസ് ആണ് ഇപ്പോൾ ധനവർഷം നമുക്ക് തന്നിരിക്കുന്നത്. അവർക്ക് ധൈര്യമുണ്ട്, കാരണം അവർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു എമൗണ്ട് അവർ അക്കൗണ്ടിലേക്ക് വരികയാണ്. ആ ചെറിയ രീതിയിലുള്ള ബിസിനസ് വോളിയം ചെയ്ത് തന്നെ അവർക്ക് അത് കിട്ടുന്നതിനകത്ത്. ക്ലിയർ? അപ്പം ഇതിന്റെ ക്രൈറ്റീരിയ ക്വാളിഫിക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഈ മാസത്തിൽ തൊട്ട് തുടങ്ങും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മാസം BV ചെയ്ത എല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്യും കേട്ടോ. അല്ലാതെ ഇന്നലെ വന്ന തൊട്ട് അല്ലെങ്കിൽ ഇന്ന് തോന്നലുള്ള BV അല്ല, ഏപ്രിൽ മന്തിൽ വന്ന BVയും ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. അത് നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, ആ സ്ട്രക്ചർ പ്രകാരം വന്നിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈസിയാണ്. അപ്പൊ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്
5 മാസം ഉണ്ടല്ലോ അല്ലേ, 5 months ആണ് ഈ ഓഫർ. പക്ഷെ 5 monthsൽ 4 മാസമാണ് ഈ ഓഫർ നമുക്ക് ലഭിക്കുക. 4 മാസം. ഓക്കെ. അപ്പം ഇതിന്റെ ക്രൈറ്റീരിയ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മോദികർ, അതായത് ഓൾ മോദികർ കൺസൾട്ട് ടു അപ് ടു NQD. NQD എന്ന് പറഞ്ഞാൽ നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ എന്നാണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒരുപക്ഷെ വൺസ് ഡയറക്ടർ ടൈറ്റിൽ എത്തിയിട്ടുണ്ടാവും, പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്ന ആൾക്കാർ, അതായത് മെയിൻറ്റെയിൻ ചെയ്യാൻ 1200 PV ആണ് വേണ്ടത്, അത് മന്ത്രി വരാതിരിക്കുന്ന ആളുകളാണ് NQD എന്ന് പറയുന്നത്. അപ്പം പുതിയൊരു വ്യക്തി എല്ലാ കൺസൾട്ടന്റിനും, അതായത് NQD വരെയുള്ള നമ്മുടെ നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കേട്ടോ, മാർച്ച് മാസമാണ് ഇതിന്റെ ബേസ് മന്ത് എടുക്കുന്നത്. മാർച്ച് മാസത്തിൽ NQD ആയി നിൽക്കുന്ന ആളുകൾക്കും, അതേപോലെ എല്ലാ റാങ്കിലും 7ലും 10ലും 30ലും 50ലും നിൽക്കുന്ന എല്ലാവർക്കും, അതോടൊപ്പം ന്യൂ ജോയിനീസിനും, പുതുതായിട്ടൊരു വ്യക്തിയെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾക്കും എല്ലാം അപ്ലിക്കബിൾ ആണ് ഈ ഒരു ധൻവർഷ മന്ത്ലി ക്യാഷ് റിവാർഡ് എന്നുള്ള ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ന്യൂ ജോയിനിനെ ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ ഓഫർ. ഇതിന്റെ ക്രൈറ്റീരിയ നോക്കുക, ഇവിടെ കൊടുത്തിട്ടുണ്ട്. മന്ത്ലി ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇത് ഓൾ എക്സിസ്റ്റിംഗ് എലിജിബിൾ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ മാർച്ച് മാസം വരെ നമ്മുടെ ബിസിനസ്സിലുള്ള വ്യക്തികൾക്കാണ് ഈ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അല്ലെ. മാർച്ച് മാസം മുതൽ വരെയുള്ള NQD വരെയുള്ള ആളുകൾക്ക്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഏപ്രിൽ എന്താണ് വ്യത്യാസം ഉള്ളത്? ഏപ്രിൽ ഇങ്ങനെ 4 പേര് വരണം എന്നില്ല, 2 പേര് വന്നാൽ മതി. ഇതാണ് അതിന്റെ ക്രൈറ്റീരിയ നമ്മൾ നോക്കുക. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ PV 100 PV ചെയ്യുക. അതായത് 2200 PV എന്ന് പറഞ്ഞാൽ 100 PV ആണ്. നമ്മൾ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കാറ്റഗറിയാണ് കേട്ടോ, അതായത് NQD വരെയുള്ള ആളുകളും പുതിയ ആളുകളെ ശ്രമിച്ചോളും. പിന്നീട് എന്ത് ചെയ്യണം, നിലവിൽ നമ്മൾക്ക് എക്സിസ്റ്റന്റ് ലെഗുകൾ ഉണ്ടാവാം അല്ലെ. നിലവിൽ നമ്മുടെ ടീമിലുള്ള ആൾക്കൊക്കെ 4 ലെഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ 4 ഇല്ലാത്ത ആളുകൾ 4 ലെഗ് ഉണ്ടാക്കണം. 2 ലെഗിലാണ് ബാക്കി 2 ലെഗ് ഉണ്ടാക്കണം. അങ്ങനെ ഈ 4 ലെഗില് GBV എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഈ വ്യക്തികളുടെ ഓരോരുത്തരുടെയും ഗ്രൂപ്പിലെ വോളിയമാണ്. ഇവരുടെ മാത്രം പേഴ്സണൽ വോളിയം അല്ല, ഇവരുടെ ടീമിൽ നിന്ന് വരുന്ന വോളിയം 4000 GBV എത്തിക്കഴിഞ്ഞാൽ, അങ്ങനെ രണ്ടാമത്തെ ലെഗിലും 4000 GBV, മൂന്നാമത്തെ ലെഗിലും 4000 GBV, ഫോർത്ത് ലെഗിലും 4000 GBV. ഇങ്ങനെ 4 ലെഗിൽ നമ്മൾക്ക് 4000 GBV വന്നാൽ, അല്ലെങ്കിൽ ആരാണോ ക്വാളിഫിക്കേഷൻ പോകുന്നത് അവർക്ക്, നമ്മളെന്ന് പറയുന്നത് അവരാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ ഫസ്റ്റ് മന്ത് എലിജിബിൾ ആയി കഴിഞ്ഞു. അതായത് പേഴ്സണൽ PV 2700, അതായത് 100 PV നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ താഴെ നിലവിൽ എക്സിസ്റ്റിംഗ് ലെഗ് ആണെങ്കിലും കുഴപ്പമില്ല, ആ 4 ഗ്രൂപ്പിൽ മിനിമം 4000 GBV ഗ്രൂപ്പ് BV ആണ്. അവരുടെ പേഴ്സണലി തന്നെ വരണമെന്നില്ല, ആ ഗ്രൂപ്പ് നിന്ന് വന്നാൽ മതി. അങ്ങനെ വരുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ചോളം അഡീഷണൽ ആയിട്ട് ക്യാഷ് അവാർഡ്, നോർമലി കിട്ടുന്ന അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസിന്റെ കൂടെ 1000 രൂപ അഡീഷണൽ ആയിട്ട് കിട്ടുന്നു. അത് എത്ര ഉണ്ടാവുന്നത് ഞാൻ ഇതിന് ശേഷം എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നുണ്ട്. ആ എക്സാമ്പിളിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ ഇതിന്റെ ആക്ച്വൽ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും, ഇവർക്ക് എത്രയാണ് എലിജിബിൾ എന്നുള്ളത്. ഇത് മനസ്സിലായാലോ? ക്ലിയർ? ഇതിനകത്ത് ന്യൂ ജോയിനിക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ 4 പേര് പറഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ ഒരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിച്ചു, ആ വ്യക്തിക്ക് 4 പേര് വേണ്ട ആവശ്യമില്ല, പകരം 2 വ്യക്തികൾ വന്നാൽ മതി. ഈ 2 വ്യക്തികൾ 2 ലെഗിലും ആ ഗ്രൂപ്പിൽ ആ 2 പേരുടെ, ഇവിടെ നമുക്കിപ്പം ലെഗ് 1 ലെഗ് 2 കാണുന്നുണ്ട്. പുതിയ വ്യക്തികളാണെങ്കിൽ ലെഗ് 1ഉം ലെഗ് 2ഉം. സ്ക്രീനിലേക്ക് ആരും വരയ്ക്കുന്നില്ല, ഞാൻ അതിന്റെ ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്, 1 മിനിറ്റ്. അപ്പൊ നമ്മള് ന്യൂ മെമ്പേഴ്സിന് ഏപ്രിൽ മാസം ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക്, നിലവിൽ ജോയിൻ ചെയ്ത ആളുകളാണെങ്കിൽ ഇപ്പൊ 2ാം തീയതി 3ാം തീയതി 5ാം തീയതി നിങ്ങളുടെ ഗ്രൂപ്പിൽ പുതിയ ആൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതല്ല ഇനി ഈ മാസം നിങ്ങൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, 4ന്റെ ആവശ്യമില്ല, ലെഗ് 1 ലെഗ് 2 ഈ 2 ലെഗ് മതി. ഈ 2 ലെഗിലും ഗ്രൂപ്പ് BV 4000 GBV വന്നാൽ മതി. 2 ലെഗിലും ഓരോ ലെഗിലും 4000 GBV. അദ്ദേഹത്തിന്റെ പേഴ്സണൽ PV 100 2200 വന്നു കഴിഞ്ഞാൽ അവരും എലിജിബിൾ ആണ്. 1000 രൂപീസ് അഡീഷണൽ ക്യാഷ് റിവാർഡ് 1000 രൂപീസിന് എലിജിബിൾ ആണ്. ക്ലിയർ ആയല്ലോ? ഇതാണ് ഏപ്രിലിൽ ന്യൂ ജോയിനിക്കല്ലേ സാറേ? മാർച്ചില് ജോയിൻ ചെയ്ത ആളൊക്കെ ഇല്ലല്ലോ? ഇല്ല, മാർച്ചിൽ ചെയ്തവരൊക്കെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മാർച്ച് വരെ വന്നവരൊക്കെ തന്നെ 4 ലെഗിൽ സ്റ്റാർട്ട് ചെയ്യണം. 4 ലെഗിൽ, ഇനി 4 ലെഗ് ഇല്ലാത്ത പുതിയ 2 ലെഗ് സ്റ്റാർട്ട് ചെയ്യണം. ന്യൂ ജോയിനീസിനാണ് ഇപ്പൊ സാർ പറഞ്ഞത്. അതെ, ഇപ്പൊ പറഞ്ഞത് ന്യൂ ജോയിനീസ്. 2 ലെഗിന്റെ കാര്യം ന്യൂ ജോയിനീസ് ആണ് കേട്ടോ. ഏപ്രിൽ ജോയിൻ ചെയ്ത ആളുകൾ, ന്യൂ ജോയിനി മീൻസ് ഏപ്രിൽ ജോയിൻ ചെയ്ത ആളുകൾ. ഇനിയിപ്പോ അടുത്ത മാസം വരുന്നുണ്ടെങ്കിൽ അവർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മെയിൽ ഒരാൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്കും 2 മതി, സ്റ്റാർട്ടിംഗ് മന്ത് ആയതുകൊണ്ട്, ന്യൂ ജോയിനി ആയതുകൊണ്ട്. ക്ലിയർ? അപ്പം അല്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം നമ്മൾ ടീമിൽ സെലക്ട് ചെയ്യുക, നോക്കുക. അവർക്ക് 4 ലെഗ് ഉള്ള ആളുകൾ ഉണ്ടാവാം, NQD നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാം, 15% 4 ലെഗുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് നിലവിലുള്ള ഗ്രൂപ്പിൽ നിന്നായാലും വന്നാൽ മതി. അവിടെ നിങ്ങൾക്ക് പുതിയ കണക്ഷൻ അവിടെ കണക്ട് ചെയ്തിട്ട് അവിടുത്തെ ഒരു 4000 BV എത്തിച്ചാൽ മതി. ഇനി ഒരു പക്ഷേ നിങ്ങൾ ഏപ്രിലിൽ ചിലപ്പോൾ അവിടെ 1000 2000 BV ഒക്കെ വന്ന് കിടക്കുന്നുണ്ടാവും ചില ആളുകൾക്ക്. അവർക്ക് 2000 BV വന്നാൽ ബാക്കി 2000 കൂടി വന്നാൽ മതി. കാരണം ഏപ്രിലിലെ ഫുൾ വോളിയം ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യും, ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യും. കാരണം ഏപ്രിൽ ഓൺവേർഡ്സ് ആണ് നമ്മളത് കമ്പനി ഈ ഓഫർ നമുക്ക് തരുന്നത്. അതുകൊണ്ട് നേരത്തെ വന്ന ഏപ്രിലുള്ള വോളിയം നമുക്ക് കൺസിഡർ ചെയ്യുന്ന അർത്ഥം. ഇതാണ് ഫസ്റ്റ് മന്തിൽ ക്രൈറ്റീരിയ. സെക്കൻഡ് മന്ത് ഓൺവേർഡ്സ് പുതിയ ജോയിൻ ചെയ്ത ആളുകളാണെങ്കിൽ, ഏപ്രിൽ തുടങ്ങിയവരും നേരത്തെ ഉള്ള ആളുകളും അഗെയിൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. ഈ സെയിം സംഭവം തന്നെ അവർ കണ്ടിന്യൂ ചെയ്യുന്നു. അവരുടെ ഗ്രൂപ്പ് BV വീണ്ടും 4000 BV വെച്ച് വരുന്നു. പേഴ്സണലി 100 PV ചെയ്യുന്നു.
അങ്ങനെ വരുമ്പം സെക്കൻഡ് മന്തിലേക്ക് വരുമ്പം 1000 പകരം അഡീഷണൽ ആയിട്ട് 1500 രൂപയാണ് ബോണസ് ആയിട്ട് അവർക്ക് കിട്ടാൻ പോകുന്നത്. രണ്ടാമത്തെ മാസത്തിലേക്ക് വരുമ്പോൾ 1500 ആയിട്ട് മാറും 1000 എന്നുള്ളത്. തേർഡ് മന്തും ഇത് ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ 4000 4 ഗ്രൂപ്പിലായിട്ട് വന്നു. ആ 4 ഗ്രൂപ്പിലും GBV 4000 ആയിട്ട് വന്നു. അപ്പോഴും നിങ്ങളെ സംബന്ധിച്ചോളം അവിടെ അഡീഷണൽ ആയിട്ട് 2000 രൂപയാണ് കിട്ടാൻ പോകുന്നത്. 2000 rupees ആണ് ആ വ്യക്തികൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഫോർത്ത് മന്തിലേക്ക് എത്തുന്ന സമയത്ത് 4ാമത്തെ മാസത്തിൽ വരുമ്പോൾ ഇത് വീണ്ടും ഇതേ ക്രൈറ്റീരിയ തന്നെ, ഇതേ നമ്മൾ പേഴ്സണലി 100 BV ചെയ്യുന്ന ഒരു വ്യക്തി ആ ഗ്രൂപ്പിൽ 4000 BVH വരുന്നു, അദ്ദേഹത്തിന് 3000 rupees അഡീഷണൽ ആയിട്ട് കിട്ടുന്നു. ബോട്ടം ലെവലില് ഏറ്റവും നല്ല രീതിയിൽ ഇൻകം വാങ്ങിച്ചിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 3000, 2000, 1500, 1000, 7500 rupees 4 മാസം കൊണ്ട് അഡീഷണൽ ആയിട്ട് അവർ അക്കൗണ്ടിലേക്ക് വരുന്നു. APP ബോണസ് കൂടാതെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിലവിൽ APP ബോണസ് ഉണ്ട്, അത് കൂടാതെയാണ് ഈ പറയുന്ന 7500 രൂപ അഡീഷണൽ ആയിട്ട് കിട്ടുന്നു 4 മാസം കൊണ്ട്. അപ്പൊ APP ബോണസ് കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 10,000 രൂപയ്ക്ക് മേലേക്ക് അവരുടെ ഇൻകം പോകുന്ന രീതിയിലേക്ക് മാറും എന്നർത്ഥം. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഓഫർ എന്ന് പറയുന്നത്. ക്യാഷ് റിവാർഡ് ഓഫർ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഓഫറാണ് അതിനകത്ത് ധൻവർഷ എന്ന് പറയുന്ന നമ്മളെ ധൻവർഷ എന്നുള്ള ഓഫർ ഇതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഇങ്ങനെ കറക്റ്റ് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ടീമിലെ വിളിച്ചിരുത്തുക, അവർ ഓരോരുത്തരെയും നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. ആരൊക്കെയാണ് ധൻവർഷയിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് അവർക്ക് ആ ക്രൈറ്റീരിയ കാണിച്ചു കൊടുക്കുക. അവർക്ക് 100 PV ചെയ്യേണ്ടതും അതോടൊപ്പം ആ 100 PV ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ എങ്ങനെ വന്നാലും മതി അവരെ സംബന്ധിച്ചോളൂ കേട്ടോ. അപ്പൊ നീ ഗ്രൂപ്പിൽ 100 PV ആ ടീമിൽ അവരിപ്പോ 4 പേരുണ്ട്. ലെഗ് 1ൽ നിങ്ങൾ ആലോചിച്ചോട്ടെ, 4 വ്യക്തികളുണ്ട് ആ ഗ്രൂപ്പിൽ. ആ 4 വ്യക്തികൾ 1000 PV വെച്ച് വന്നാൽ പോലും അവർക്ക് അത് എലിജിബിൾ ആണ്. ആ ഗ്രൂപ്പിൽ വന്നാൽ മതി. ഇനി അദ്ദേഹത്തിന്റെ പേഴ്സണലി 4000 വന്നാലും അതും കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ഇനി ഇദ്ദേഹം ധൻവർഷം ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ലെഗ് 1ലും ധൻവർഷം കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അണ്ടറിലേക്ക് ഇതേപോലെ വന്നാൽ അദ്ദേഹത്തിന് അത് കിട്ടും. അപ്പൊ തൊട്ട് മുകളിലെ വ്യക്തിക്ക് അതൊരു ലെഗായിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യും. ക്ലിയർ? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. നമ്മൾ താഴെ വന്നൊരു വ്യക്തി ഇതേ അവസരത്തിൽ ക്വാളിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതേ സിറ്റുവേഷനിലൂടെ ആണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം ധൻവർഷം ക്വാളിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലെഗ് നമുക്ക് കൺസിഡർ ചെയ്യും, അദ്ദേഹത്തിന് കിട്ടും, നമ്മൾക്ക് ലഭിക്കും. ക്ലിയർ? അപ്പൊ ഇങ്ങനെ നമ്മുടെ ടീമിൽ എത്ര ആളുകൾ വരുന്നോ അവരൊക്കെ ധൻവർഷം ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൽ നമുക്ക് കിട്ടും, അവർക്കും കിട്ടും. നമ്മൾ പിന്നെ അടുത്ത ലെങ്കിലേക്ക് അത് കണക്ട് ചെയ്യപ്പെടും. അത് ഞാൻ പിന്നിലേക്ക് വരുമ്പോൾ പറയാം. ഇതാണ് ആദ്യത്തെ നമ്മൾ എക്സൈറ്റഡ് ആയിട്ടുള്ള, വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ഒരു ധൻവർഷ. ഓക്കെ, ധൻവർഷ മന്ത്ലി ക്യാഷ് റിവാർഡ്. ഇത് ശരിക്കും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓഫർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ക്ലിയർ ചെയ്യാം. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നോട്ട് ചെയ്തേക്കാണ് നോക്കാം. അടുത്തത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് വിദേശ യാത്ര, അല്ലെ? ഹിന്ദിയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്, വിദേശ യാത്ര. അതായത് എക്സോട്ടിക് ഏരിയ ശ്രീലങ്ക 3 നൈറ്റ് 3 നൈറ്റ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യാൻ പോവാണ്. 3 നൈറ്റ് അവിടെ ശ്രീലങ്കയിൽ ഗംഭീരമായിട്ട് അടിച്ചു പൊളിച്ച് നമുക്ക് വരാൻ പറ്റുന്നതാണ്. ക്വാളിഫിക്കേഷൻ പീരീഡ് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതേപോലെ തന്നെ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് കേട്ടോ. 7 മന്ത് ഉണ്ട് അതിന്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെ നമുക്ക് ഈ ഒരു ഓഫറിന് നമുക്ക് പീരീഡ് ഉണ്ട്, സമയമുണ്ട്. ആ പീരീഡിനോട് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി. ഇതിന്റെ ബേസ് മന്ത് എടുക്കുന്നത് മാർച്ചാണ്. എന്താണ് ബേസ് മന്ത് എന്ന് പറഞ്ഞാൽ? മാർച്ച് വരെ ഉള്ള ആളുകൾക്കുള്ളതും പ്ലസ് ന്യൂ ജോയിനീസിനും പറ്റും. ഈ മാസം നിങ്ങൾ ടീമിൽ ജോയിൻ ചെയ്ത വ്യക്തികൾക്ക് നമുക്ക് ശ്രീലങ്കയിൽ കൂട്ടിക്കൊണ്ടുപോകാം. നമുക്ക് ശ്രീലങ്കയിലേക്ക് പോകാൻ പറ്റും. അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയറക്ടർ ആകുമ്പോൾ അവർക്ക് കിട്ടുന്ന പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് എങ്ങനെയാണെന്ന് പറയാം. ഇതിന് വേണ്ട നിസ്സാരമായ പോയിന്റ്സ് ആണ്, വളരെ നിസ്സാരമായ പോയിന്റ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. NQD ആളുകൾക്ക് പോലും, ഒരുപക്ഷെ പുതുതായിട്ട് ജോയിൻ ചെയ്ത വ്യക്തികൾ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ട്രിപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്നു എലിജിബിലിറ്റി ഓൾ മോദിഗർ കൺസൾട്ടന്റ് അപ് ടു PAT പ്ലാറ്റിനം ഡയറക്ടർ ആൻഡ് ന്യൂ ജോയിനീസ് ഓഫ് ദ ക്വാളിഫിക്കേഷൻ പീരീഡ്. അതായത് PAT എന്ന് പറഞ്ഞാൽ പേഡാസ് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് പേഡാസ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ വാലിഡ് ടൈറ്റിൽ ഉണ്ട്. അപ്പൊ ചിലർക്ക് എന്താണ് PAT? വാലിഡ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൺസ് ഇപ്പോൾ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എത്തിക്കഴിഞ്ഞാൽ ആ ടൈറ്റിൽ എപ്പോഴും വാലിഡ് ടൈറ്റിൽ എപ്പോഴും സീനിയർ എക്സിക്യൂട്ടീവ് തന്നെ ആയിരിക്കും. സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തന്നെയായിരിക്കും വാലിഡ് ടൈറ്റിൽ. ഓക്കെ, ഗുഡ്. അപ്പം അങ്ങനെ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് അടുത്ത മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിൽ ഒരു പക്ഷേ ED ആവാൻ സാധിച്ചുള്ളൂ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവാൻ സാധിച്ചുള്ളൂ എന്ന് വിചാരിക്കാം. ആ സിറ്റുവേഷൻ അത്യാവശ്യം വാലിഡ് ടൈറ്റിൽ എപ്പോഴും SCD തന്നെയായിരിക്കും, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. പക്ഷേ പെയ്ഡാസ് ടൈറ്റിൽ എന്ന് പറയുന്നത് പേയ്മെന്റ് കിട്ടുന്നതാണ്. അത് ഏതായിരിക്കും? എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്. കാരണം അദ്ദേഹം ക്വാളിഫൈ ചെയ്ത എക്സിക്യൂട്ടീവ് ആണ്. അപ്പം അതിനെയാണ് PAT എന്ന് വിളിക്കുന്നത്, പെയ്ഡാസ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇതാണ് ക്ലിയർ, മനസ്സിലാക്കി വെക്കുക. നമ്മളൊരു പക്ഷേ പ്ലാറ്റിനം ആയിരിക്കാം. കഴിഞ്ഞ മാസം നമ്മൾ മാർച്ചിന് മുമ്പ് നമ്മൾ പ്ലാറ്റിനം ആയിരുന്നു, ഫെബ്രുവരിയിൽ പ്ലാറ്റിനം ആയിരുന്നു, മാർച്ചിൽ ED ആയിട്ടുള്ളൂ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ളൂ. അപ്പൊ മാർച്ചിൽ നമ്മുടെ വാലിഡ് ടൈറ്റിൽ പ്ലാറ്റിനം തന്നെയായിരിക്കും. പക്ഷേ
പേഡ് സ്റ്റേറ്റിൽ എന്ന് പറയുന്നത് ED ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്. അപ്പം ആ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ് കൺസിഡർ ചെയ്യുക കമ്പനി ഈ ഓഫറിലേക്ക്. ക്ലിയർ? ഇതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് നോക്കാം എന്താണ് ക്രൈറ്റീരിയ. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും, അതേപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ കഴിഞ്ഞ മാസം ഡയറക്ടർ ക്വാളിഫൈ ചെയ്ത വ്യക്തികൾ മുതൽ അങ്ങോട്ടുള്ള പ്ലാറ്റിനം വരെയുള്ള ആളുകൾക്കും പ്ലസ് പുതിയ ആളുകൾക്കൊക്കെ ഈ ഓഫർ എലിജിബിൾ ആണ്, നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താ പോയിന്റ് കൊടുത്തിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ ടൈറ്റിൽ നമ്മൾ മെയിൻ ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ മാർച്ചിൽ ഒരു വ്യക്തി ഡയറക്ടർ ആകുന്ന വിചാരിക്കുക, അദ്ദേഹം ഏപ്രിലും ഡയറക്ടർ ആയി കഴിഞ്ഞാൽ അതിന് 1 പോയിന്റ് കിട്ടും ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അതേ സ്ഥാനത്ത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഡയറക്ടറിൽ നിന്നൊരു വ്യക്തി ഈ മാസം സീനിയർ ഡയറക്ടറിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് ഒരു ടൈറ്റിൽ ജമ്പ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് 2 പോയിന്റ് കിട്ടും. ടൈറ്റിൽ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2 പോയിന്റ് കിട്ടും. ഇനി കഴിഞ്ഞ മാസം അദ്ദേഹം ഡയറക്ടറിലായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അദ്ദേഹം സീനിയർ ഡയറക്ടർ പകരം എക്സിക്യൂട്ടീവ് ഡയറക്ടറിലേക്ക് പോയി. അപ്പൊ 2 ടൈറ്റിൽ ജമ്പ് ചെയ്ത് വന്നു അല്ലെ. അപ്പൊ ഗ്രോ ടൈറ്റിൽ ബൈ 2 ലെവൽ അദ്ദേഹം ജമ്പ് ചെയ്ത് കയറി. അപ്പൊ 3 പോയിന്റ്സ് കിട്ടും. നമുക്ക് മനസ്സിലായി, മെയിൻറ്റെയിൻ ചെയ്താൽ 1 പോയിന്റ്, അടുത്ത റാങ്കിലേക്ക് കയറിയാൽ 2 പോയിന്റ്, അടുത്ത റാങ്കും കഴിഞ്ഞ് അതിന്റെ അടുത്തിലേക്ക് 2 ജമ്പ് നമ്മൾ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ 3 പോയിന്റ്സ്. ഇങ്ങനെയാണ് ഇതിന്റെ പോയിന്റ്സ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വരുമ്പം എത്ര വേണം നമുക്ക് ക്വാളിഫിക്കേഷന്റെ പോയിന്റ്സ്? 7 മാസം നമ്മുടെ മുമ്പിലുണ്ട്, 7 മന്ത് ഉണ്ട്. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ് ടു നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ, അതായത് ഇന്ന് മുതൽ ജോയിൻ ചെയ്യുന്ന വ്യക്തിക്കും കഴിഞ്ഞ മാസം വരെ എൻക്യൂഡിയിൽ നിന്ന ആളുകൾ, നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ നിന്ന ആളുകൾക്കും 14 പോയിന്റ് ആണ് വേണ്ടത്. 14 പോയിന്റ്. ഡയറക്ടറിന് വേണ്ടത് 13 പോയിന്റ് ആണ്. സീനിയർ ഡയറക്ടറിന് വേണ്ടത് 12 പോയിന്റ് ആണ്. എക്സിക്യൂട്ടീവിന് 11, സീനിയർ എക്സിക്യൂട്ടീവിന് 10, പ്ലാറ്റിനത്തിന് 9. ഇവിടെ ഏറ്റവും വലിയ ഭാഗ്യവന്മാരാണെന്ന് ഞാൻ പറയാം എൻക്യൂഡിയാണ്. കാരണം എന്താണെന്നറിയോ? അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, എൻക്യൂഡിക്ക് 14 പോയിന്റ് മതി. അതായത് നിങ്ങളുടെ ടീമില് കുറെ ആൾക്കാർ നോൺ ക്വാളിഫൈഡ് ഡയറക്ടറിൽ കിടക്കുന്നുണ്ടാവും. കഴിഞ്ഞ മാർച്ച് മാസം വരെ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളെ എൻറോൾമെന്റ് റിപ്പോർട്ട് എടുത്തിട്ട് അതിനകത്ത് നിന്ന് ആരൊക്കെ എൻക്യൂഡീസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. അവരൊക്കെ ലിസ്റ്റ് നിങ്ങൾ എടുക്കണം. എന്നിട്ട് അവരെ വിളിക്കണം. ഒരുപക്ഷെ കഴിഞ്ഞ മാസമൊക്കെ 900 PV-യിലും 1000 PV-യിലും അല്ലെങ്കിൽ 800 PV-യിലൊക്കെ നിന്ന് ക്വാളിഫൈ ചെയ്യാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അതിനകത്ത്. അവർക്കൊരു പ്രത്യേകം എന്താണെന്നറിയോ? ഈ എൻക്യൂഡി ഈ മാസം അവർ ഡയറക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഡയറക്ടറിലേക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് സംഭവിച്ചു? കമ്പനി കൺസിഡർ ചെയ്യാൻ പോകുന്നത് അവർക്ക് 2 പോയിന്റ് ആണ്. കാരണം കഴിഞ്ഞ ദിവസം എൻക്യൂഡി ആയതുകൊണ്ട് ഒരു ജമ്പ് വന്നു അല്ലെ, ഡയറക്ടറിലേക്ക് ഒരു ജമ്പ് വന്നു. അപ്പൊ 2 പോയിന്റ് കിട്ടും. 7 മന്ത് ഉണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഒരു 7 മാസം അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ അവർ നമ്മളിവിടെ ശ്രീലങ്കയിൽ ഉണ്ടാവും. എത്ര മെയിൻറ്റെയിൻ ചെയ്യേണ്ട PV? 1100 PV മതി അല്ലെ ഡയറക്ടർ ക്വാളിഫൈ. അതായത് ചുരുക്കി പറഞ്ഞാൽ കേവലം ഒരു ഡയറക്ടർ റാങ്ക് ഒരു 7 മാസം നമ്മൾ ആ വ്യക്തികൾ ക്വാളിഫൈ ചെയ്താൽ ഫ്രീ ആയിട്ട് ശ്രീലങ്കയിലേക്ക് ഒരു ലക്ഷറി ട്രിപ്പ് കിട്ടുക. ഇതിനേക്കാൾ അപ്പുറത്ത് സിമ്പിൾ ആക്കിയിട്ട് എങ്ങനെയാ പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ചു ഇവരെവിടെ നമുക്ക് കിട്ടാൻ പോകും? ഇത്രയും നിസ്സാരമായ ഒരു ക്വാളിഫിക്കേഷൻ. അതാ ഞാൻ പറഞ്ഞ മോദിക്കേണ്ട ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയും സിമ്പിൾ ആയിട്ട് ഒരു ട്രിപ്പ് കൊടുത്തിട്ടില്ല. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. അതായത് എൻക്യൂഡീസ് ഒക്കെ ആളുകൾ ലിസ്റ്റ് എടുക്കുക, ആരൊക്കെ നിങ്ങൾ നോക്കുക. ഇനി നിങ്ങളുടെ ടീമിൽ 15% വ്യക്തി എന്ന് വിചാരിച്ചോ, 15%. ഏത് റാങ്കാണ്? സീനിയർ സൂപ്പർവൈസർ റാങ്ക്. ആ വ്യക്തി ഈ മാസം ഡയറക്ടർ ആയാലോ? അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ ഒരു ലെവൽ ജമ്പ് ചെയ്തു. 7 മാസം അദ്ദേഹം ചെയ്താൽ മതി. ആ ഡയറക്ടർ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് ലക്ഷറി ട്രിപ്പിലേക്ക് പോവാം. ഇനി നിങ്ങൾ അടുത്തൊരു മാജിക് ഞാൻ പറയാം. നിങ്ങളുടെ ഗ്രൂപ്പില് 13% നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, സൂപ്പർവൈസർ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവരാണ് ക്വാളിഫൈ ചെയ്തെങ്കിലോ? സൂപ്പർവൈസർ ഈ മാസം ഡയറക്ടറിലേക്ക് വന്നാൽ എത്ര പോയിന്റ് കിട്ടും? 3 പോയിന്റ് കിട്ടും. അപ്പൊ അവർക്ക് 5 മാസം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ആ 5 മാസം 3 പോയിന്റ് വെച്ച് കൊടുക്കും കമ്പനി. 7 മാസത്തിൽ എത്ര മാസം വന്നാൽ മതി? സൂപ്പർവൈസർ നിൽക്കുന്ന ആള് 5 മാസം വന്നാൽ മതി. 5 മാസം കൊണ്ട് എത്രയായി? 13 15 ആയില്ലേ? എത്ര വേണ്ടേ? 14 വേണ്ടത്. 1 പോയിന്റ് അധികമായി. ഇനി അവിടുന്ന് താഴേക്കുള്ള ഇനി പുതിയൊരു വ്യക്തി ഈ മാസം ജോയിൻ ചെയ്തു. അദ്ദേഹം ഫാസ്റ്റ് സ്റ്റാർ ഡയറക്ടറിലേക്ക് ഈ മാസം വന്നു. അതായത് ഗ്രൂപ്പിൽ ഒരു ധൻവർഷ ഒരു 4 5 വ്യക്തികൾ ക്വാളിഫൈ ചെയ്താൽ ഇദ്ദേഹം ഡയറക്ടർ ഫാസ്റ്റ് സ്റ്റാർ ഡയറക്ടർ ആവും. അങ്ങനെ വന്നാലും 3 പോയിന്റ് കിട്ടി. അങ്ങനെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് 1100 PV വെച്ചിട്ട് 4 മാസം മെയിൻറ്റെയിൻ ചെയ്താൽ ടോട്ടൽ 5 മാസം. അയാൾക്കും നമ്മുടെ കൂടെ ശ്രീലങ്കയിലേക്ക് വരാം. ആ വ്യക്തിക്കും നമ്മുടെ കൂടെ ശ്രീലങ്കയിലേക്ക് വരാം. ക്ലിയർ? ഇതാണ് നമ്മുടെ എൻക്യൂഡീസിനും. അല്ലാതെ ഇനി ഡയറക്ടർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഡയറക്ടർക്ക് 1 പോയിന്റേ ഉള്ളൂ. അങ്ങനെ 7 മാസം തുടർച്ചയായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ 7 പോയിന്റേ കിട്ടുള്ളൂ. അപ്പൊ ഡയറക്ടർമാർ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത റാങ്കിലേക്ക് ജമ്പ് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പം മാർച്ചിൽ ഡയറക്ടറായ വ്യക്തികൾ ഈ മാസം സീനിയർ ഡയറക്ടർ പിടിക്കുക. അത് നിങ്ങൾ വരുന്ന 7 മാസം മെയിൻറ്റെയിൻ ചെയ്താൽ 7 × 2 നിങ്ങൾക്ക് എത്രയായി? 14 പോയിന്റ് കിട്ടി. നിങ്ങൾക്ക് 13 മതി. നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ട് മാറി. കഴിഞ്ഞ ദിവസം സീനിയർ ഡയറക്ടർ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ എക്സിക്യൂട്ടീവിലേക്ക് വരിക.
ഇനി നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഒരുപക്ഷെ സീനിയർ ഡയറക്ടറിൽ തന്നെ നിന്നുപോയി, എന്നാലും കുഴപ്പമൊന്നുമില്ല. ടൈറ്റിൽ ഒന്ന് ജമ്പ് ചെയ്ത് 7 മാസത്തിനുള്ളിൽ 13 പോയിന്റിലേക്ക് എത്തിച്ചാൽ മതി. അതിന്റെ ഉദാഹരണം താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സിക്യൂട്ടീവ് ഡയറക്ടർ 11 വേണം, സീനിയർ എക്സിക്യൂട്ടീവ് 10 പോയിന്റ് ആണ്, പ്ലാറ്റിനം നിൽക്കുന്ന ആള് 9 പോയിന്റ് ആണ്. പ്ലാറ്റിനം നിൽക്കുന്ന ആള് 7 മാസം കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ 7 പോയിന്റേ കിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്യണം? 6ാമത്തെ മാസം വരെ മെയിൻറ്റെയിൻ ചെയ്തു 6 പോയിന്റ് കിട്ടി, അല്ലെങ്കിൽ 5 മാസം മെയിൻറ്റെയിൻ ചെയ്ത് 5 പോയിന്റ് കിട്ടി. 6ാമത്തെ മാസം അദ്ദേഹം എന്ത് ചെയ്യാം? നേരെ ഡയമണ്ടിലേക്ക് ജമ്പ് ചെയ്യുക. അപ്പൊ എന്ത് 7 പോയിന്റായി. ദെൻ അടുത്തൊരു മാസം കൂടി ജമ്പ് ചെയ്യുക, അപ്പൊ 10 പോയിന്റ് വരും. അതിന് 9 അദ്ദേഹത്തിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ക്രൈറ്റീരിയ എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നോക്കുക, അപ് ടു NQD 14 പോയിന്റ് ആണ് വേണ്ടത്. അവർക്ക് 14 പോയിന്റ്സ് ആണ് വേണ്ടത്. അവര് ഡയറക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 പോയിന്റ് കിട്ടുന്നു അവർക്ക്. ആ വ്യക്തി ഏപ്രിലിൽ 2 പോയിന്റ് കിട്ടി, മെയില് അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല, 0 പോയിന്റ് ആയി. ഡോണ്ട് വെറി, ടെൻഷൻ അടിക്കണ്ട. ജൂണിൽ വന്നപ്പോൾ അദ്ദേഹം സീനിയർ ഡയറക്ടറിലേക്ക് വന്നപ്പോൾ എന്തായി? 3 പോയിന്റ് കിട്ടി. അത് നോക്കണം, പോയിന്റ് അവിടെ നോക്കണം കേട്ടോ. 3 പോയിന്റ് കിട്ടി. ദെൻ ജൂലൈയിൽ വീണ്ടും ഡയറക്ടർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു, 2 പോയിന്റ്. ഓഗസ്റ്റിൽ അദ്ദേഹം ED-യിലേക്ക് വന്നു, വീണ്ടും 3 പോയിന്റ് കിട്ടി. സെപ്റ്റംബറിൽ അദ്ദേഹം ഡയറക്ടറായി, അഗെയിൻ 2 പോയിന്റ്സ്. ഒക്ടോബറിൽ അദ്ദേഹം ഡയറക്ടറായി, 2 പോയിന്റ്. ടോട്ടൽ എത്രയായി? 14 പോയിന്റ്. അദ്ദേഹം എലിജിബിൾ ആയി. അതായത് ഇടയ്ക്ക് ടൈറ്റിൽ വിട്ടാലും ടെൻഷൻ അടിക്കണ്ട, ഒന്ന് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പിടിക്കാൻ സാധിക്കും. എന്ന് വെച്ചിട്ട് വിട്ടുകളയാൻ ഞാൻ പറയില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നിങ്ങൾ അങ്ങനെ ലേസി ആവണ്ട നമ്മൾ. ഓക്കെ, ഈ ഡയറക്ടറിന് വേണ്ടത് 13 ആണ്. അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പേഡാസ് ടൈറ്റിൽ പോയിന്റ്സും. ഡയറക്ടർ കഴിഞ്ഞ മാസം ഡയറക്ടർ ആയിരുന്നെങ്കിൽ ഈ മാസം മെയിൻറ്റെയിൻ ചെയ്താൽ 1 പോയിന്റ്, അടുത്ത മാസം ഡയറക്ടർ മെയിൻറ്റെയിൻ 1 പോയിന്റ്. ജൂണിലേക്ക് വന്നപ്പോൾ അദ്ദേഹം SDI 2 പോയിന്റ് കിട്ടി, ജമ്പ് ചെയ്തപ്പം. ജൂലൈയിലും SD 2 പോയിന്റ്, ഓഗസ്റ്റിലും SD മെയിൻറ്റെയിൻ ചെയ്തു 2 പോയിന്റ്. സെപ്റ്റംബറിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറിലേക്ക് വന്നു 3 പോയിന്റ്. ഒക്ടോബറിൽ SCD ആയിട്ട് മാറി 3 പോയിന്റ്. 14 പോയിന്റ് അദ്ദേഹത്തിന് വന്നു. അദ്ദേഹത്തിന് എത്ര? 13 മതിയായിരുന്നു. അദ്ദേഹം ക്വാളിഫൈഡ് ആയി കഴിഞ്ഞവിടെ. ഇനി ED, കഴിഞ്ഞ മാസം ED നിന്നൊരു വ്യക്തി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു വിചാരിക്കുക. അദ്ദേഹത്തിന് വേണ്ട പോയിന്റ് 11 ആണ്. അദ്ദേഹം ED ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തു ഈ മാസം ഏപ്രിലിൽ, അപ്പൊ 1 പോയിന്റ്. മെയില് വീണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്തു, 1 പോയിന്റ്. ജൂണിലും മെയിൻറ്റെയിൻ ചെയ്തു, 1 പോയിന്റ്. ജൂലൈയിൽ 1 പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്തു. ഓഗസ്റ്റിൽ SCD ആയിട്ട് മാറി 2 പോയിന്റ് കിട്ടി. സെപ്റ്റംബറിലും SCD ആയിട്ട് മാറി 2 പോയിന്റ് കിട്ടി. ഒക്ടോബറിൽ അദ്ദേഹത്തിന് ED മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ 1 പോയിന്റ്. അപ്പൊ ടോട്ടൽ 9 പോയിന്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം നോൺ ക്വാളിഫൈഡ് ആണ്. അദ്ദേഹം ക്വാളിഫൈഡ് അല്ല, നോട്ട് ക്വാളിഫൈഡ് ആണ്. കാരണം 11 വേണ്ടത് 9 വന്നിട്ടുള്ളൂ. സോ ഈ സിറ്റുവേഷനിൽ ലാസ്റ്റ് മന്തിൽ വരുമ്പോൾ നമ്മൾ ടൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്താൽ മതി, ആ പോയിന്റ്സിൽ കണക്കാക്കിയിട്ട്. അപ്പൊ നമുക്കത് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഇദ്ദേഹത്തിന് അപ്പൊ എന്ത് ചെയ്യാനായിരുന്നു? ഇദ്ദേഹം ഇവിടം വരെ എത്തിയപ്പം അദ്ദേഹത്തിന് 7 പോയിന്റ് ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിന് വേണ്ട 11 ആണ്. അപ്പൊ ആ 11 പോയിന്റ് കിട്ടണമെന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇവിടെ തൊട്ട് SCD ഓഗസ്റ്റില് അദ്ദേഹം SCD റാങ്കിൽ നിന്ന് പകരം പ്ലാറ്റിനത്തിലേക്ക് വന്നിരുന്നെങ്കിൽ 3 പോയിന്റ് ആയിട്ട് കിട്ടുകയായിരുന്നു, 3 പോയിന്റ്സ്. ഇവിടെയും അത് 3 പോയിന്റ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം എലിജിബിൾ ആവുമായിരുന്നു. പ്ലാറ്റിനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് 9 പോയിന്റ് ആണ് വേണ്ടത്. അദ്ദേഹത്തിന് ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം ഡയമണ്ട് ആയി, 2 പോയിന്റ് കിട്ടി. മെയില് വീണ്ടും പ്ലാറ്റിനം തന്നെ 1 പോയിന്റ്. ജൂണിൽ പ്ലാറ്റിനം 1 പോയിന്റ്. ജൂലൈ പ്ലാറ്റിനം 1 പോയിന്റ്. ഓഗസ്റ്റിൽ SCD. ടൈറ്റിൽ താഴേക്ക് പോയാൽ പോയിന്റ് ഇല്ല കേട്ടോ. സെപ്റ്റംബറിൽ അദ്ദേഹം ഡയമണ്ട് തന്നെ വീണ്ടും 2 പോയിന്റ് കിട്ടി. ഒക്ടോബറിൽ ഡയമണ്ട് ആയി, 2 പോയിന്റ് കിട്ടി, 9 പോയിന്റ്. അദ്ദേഹം ക്വാളിഫൈഡ് ആയിട്ട് മാറി. അപ്പൊ ഇടയ്ക്ക് വിട്ടാലും ഡോണ്ട് വെറി, ടെൻഷൻ ഇല്ല, നമ്മൾ ക്വാളിഫൈ ചെയ്യുന്ന അർത്ഥം. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് ഒരു എക്സാമ്പിൾ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്യാൻ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ പോലും ഒരാൾക്ക് ശ്രീലങ്കയിലേക്ക് പോവാ എന്ന് പറഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞ NQDസിലേക്ക് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് NQDസിന്റെ ടൈറ്റിൽ ഉടനെ പോയിട്ട് നിങ്ങൾ എടുക്കുക. ആരൊക്കെയാന്നുള്ളത് അവരെ വിളിച്ചിരുത്തി പറയാം, നീ ജസ്റ്റ് ഒരു 7 മാസം ഡയറക്ടർ റാങ്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ ശ്രീലങ്കയിൽ 5 സ്റ്റാർ ഫെസിലിറ്റി ഒന്ന് പോയി വരാമെന്ന് പറയുന്നത്. അത് ഇത്രയും ചാൻസ് വേറെ കിട്ടൂല. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഒരു 10 11 100 PU ചെയ്യുന്ന ആൾക്കാരെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ട് ടീമിൽ. അതും വേണ്ട. നമ്മളിപ്പം നേരത്തെ പറഞ്ഞ നമ്മുടെ ധൻവർഷ ക്വാളിഫൈ ക്യാഷ് റിവാർഡ് ഉണ്ടല്ലോ, അത് ക്വാളിഫൈ ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ രണ്ടാമത്തത്. ഇനി അടുത്തത് ശ്രീലങ്കൻ ട്രിപ്പിന്റെ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തത് എന്ന് പറയുന്നത് കമ്പനിയുടെ അടുത്തൊരു ഓഫർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഡയമണ്ട് ആൻഡ് അബോവ് വരുന്ന ആളുകൾക്കുള്ള ഓഫറാണ് അടുത്തത്. എന്താണ് അതിന്റെ പ്രത്യേകത? 2 കോടി രൂപ കമ്പനി നമുക്ക് മാറ്റിയിട്ടുണ്ട്. 2 crore ലീഡർഷിപ്പ് ക്ലബ്ബ് അല്ലെ, 2 crore ക്ലബിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഇത് ആർക്കൊക്കെ എലിജിബിൾ ആണ്? ക്വാളിഫിക്കേഷൻ പീരീഡ് ഏപ്രിൽ മുതൽ ജൂലൈ വരെ തന്നെയാണ്, 4 മാസത്തേക്കാണ് കേട്ടോ. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മന്ത്സിലേക്കാണ്. ഇതിന്റെ ബേസ് മന്ത് എടുക്കുന്നത് മാർച്ച് ആണ്. മാർച്ചിൽ ഏത് ടൈറ്റിലാണ്? മാർച്ചിൽ ഇപ്പൊ ഡയമണ്ട് ആയ വ്യക്തി വീഡ സ്റ്റൈൽ ഡയമണ്ട് ആണെങ്കിൽ അങ്ങോട്ടുള്ള എല്ലാവർക്കും പ്ലസ് ഓൾ കൺസൾട്ടൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങള് ഗ്രൂപ്പിൽ ഇന്നൊരാൾ ജോയിൻ ചെയ്താൽ അയാൾക്ക് പോലും ഇതിലേക്ക് എത്താം. എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയമണ്ട് ആയിട്ട് മാറണം. ഡയമണ്ട് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ
അദ്ദേഹത്തിന് ഈ 2 crore ക്ലബിലേക്ക് വരാൻ സാധിക്കും. അപ്പൊ ഈ 2 crore ക്ലബിന്റെ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ അദ്ദേഹത്തിന് ഈ പറയുന്ന ഇൻകം ഈ 2 crore അദ്ദേഹത്തിന് എലിജിബിൾ ആയിട്ട് മാറും അതിലേക്ക്. അപ്പൊ എല്ലാവർക്കും പറ്റും. എന്താവണം? ഡയമണ്ട് ആവണം. മിനിമം ടൈറ്റിൽ പെയ്ഡ് ആസ് ടൈറ്റിൽ ഡയമണ്ട് ആവണം എന്നർത്ഥം. ഇപ്പൊ ഈ മാസം ജോയിൻ ചെയ്തൊരു വ്യക്തി ഇപ്പൊ 2 മാസം കൊണ്ട് അടുത്ത 2-3 മാസം കൊണ്ട് ഡയമണ്ട് ആയാലും അയാൾക്കും എലിജിബിൾ ആണ്. 4ാമത്തെ മാസത്തിലൊക്കെ കിട്ടുന്ന ആൾക്ക് ആ പോയിന്റ് കിട്ടും അവിടെ. ഇതിന്റെ പ്രത്യേകത ടൈറ്റിൽ ജമ്പ് ചെയ്യുന്നതിന് 1 പോയിന്റും അതോടൊപ്പം LPB ലെഗ് കൂടുതൽ ഉള്ളതിനും 1 പോയിന്റ്. ഇങ്ങനെയാണ് ഇതിന്റെ പോയിന്റ്സ് നമുക്ക് കിട്ടുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഡയമണ്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഈ മാസം ബ്ലാക്ക് ഡയമണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് 1 പോയിന്റ് ആണ് ടൈറ്റിൽ ജമ്പ് ചെയ്തുകൊണ്ട് കേട്ടോ. അതേപോലെ കഴിഞ്ഞ മാസം ഒരു വ്യക്തി ഡയമണ്ട് ആയിരുന്നു, അദ്ദേഹത്തിന് 2 ലെഗ് LPB ഉണ്ടെങ്കിൽ ഈ മാസം ഏപ്രിൽ അദ്ദേഹം ഡയമണ്ട് മെയിൻറ്റെയിൻ ചെയ്തു, 2 ലെഗ് അദ്ദേഹത്തിന് പകരം 3 ലെഗ് LPB വന്നാൽ ആ LPB ഒരെണ്ണം അഡീഷണൽ വന്നതുകൊണ്ട് 1 പോയിന്റ് കിട്ടും. ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്താൽ പോയിന്റ് ഇല്ല, ടൈറ്റിൽ ജമ്പ് ചെയ്താൽ മാത്രമേ പോയിന്റ്സ് ഉള്ളൂ. ഓക്കെ, ക്ലിയർ. അപ്പം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഗ്ലോബൽ റെഡ് ഡയമണ്ട് ഡയറക്ടർ മാത്രമാണ് ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്താൽ 1 പോയിന്റ് കിട്ടുക. കാരണം അദ്ദേഹത്തിന് പിന്നെ മുന്നോട്ട് ജമ്പ് ചെയ്യാമല്ലോ. GRDയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് മുന്നോട്ട് ജമ്പ് ചെയ്യാമല്ലോ. അതുകൊണ്ട് അവരുടെ സെയിം ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ 1 പോയിന്റും എത്രമാത്രം LPB കൂടുതൽ കഴിഞ്ഞ മാസത്തിനേക്കാൾ കൂടുതൽ വരുന്നോ അതിനനുസരിച്ച് 1 പോയിന്റും എക്സ്ട്രാ കിട്ടും. ഇതാണ് 2 crore ക്ലബിലേക്കുള്ള നമ്മുടെ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത്. ഇതിനെ എന്താണ് ലഭിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കാം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിത്ത് LPB ലെഗിലുള്ള ഒരു വ്യക്തി, അതായത് കഴിഞ്ഞ മാസം സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ 1 ലെഗും LPB ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ മാസം ഡയമണ്ട് ഡയറക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തായി? ഡയമണ്ട് ആയതുകൊണ്ട് 1 പോയിന്റ് അദ്ദേഹത്തിന് ലഭിച്ചു. 1 പോയിന്റ് കിട്ടി. ക്ലിയർ. ഇനി കഴിഞ്ഞ മാസം പ്ലാറ്റിനത്തിൽ നിന്ന ഒരു വ്യക്തി 1 LPB ലെഗ് ഉണ്ട്, അദ്ദേഹം ഡയമണ്ട് ഡയറക്ടറായി 2 ലെഗ് LPB ആയിട്ട് മാറി ഈ മാസം വന്നപ്പോൾ. അപ്പൊ 2 പോയിന്റ് കിട്ടും. എന്തുകൊണ്ടാ? ഒന്ന്, അദ്ദേഹത്തിന് ടൈറ്റിൽ ജമ്പ് ചെയ്തു, സെക്കൻഡ് LPB ഒരെണ്ണം അഡീഷണൽ വന്നു, അങ്ങനെ 2 പോയിന്റ് കിട്ടി. ഇനി കഴിഞ്ഞ മാസം ഡയമണ്ട് ഡയറക്ടറിൽ നിന്ന വ്യക്തിക്ക് 2 LPB ലെഗ് ഉണ്ടെന്ന് വിചാരിക്കുക. അദ്ദേഹം ഈ പ്രാവശ്യം ഡയമണ്ട് ഡയറക്ടർ വിത്ത് 2 LPB ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് പോയിന്റ്സ് ഇല്ല. കാരണം ടൈറ്റിൽ ജമ്പും വന്നിട്ടില്ല, LPB കൂടുതൽ അഡീഷണൽ ആയിട്ട് വന്നിട്ടില്ല. ഇങ്ങനെയാണ് ഇതിന്റെ ക്രൈറ്റീരിയ. ഇപ്പോ ഡയമണ്ട് കഴിഞ്ഞ വർഷം വ്യക്തി 2 ലെഗ് LPB നിൽക്കുന്നു, ഈ മാസം ഡയമണ്ട് ടൈറ്റിലാണ് 5 LPB ലെഗ് വന്നു, അപ്പൊ അഡീഷണൽ ആയിട്ട് എത്ര വന്നു? 3 LPB ലെഗ് വന്നു, അപ്പൊ 3 പോയിന്റ് അദ്ദേഹത്തിന് കിട്ടും. ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഈ ഗ്ലോബൽ റെഡ് ഡയമണ്ടിലാണെങ്കിൽ മാത്രമാണ് അദ്ദേഹം ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, 1 പോയിന്റ് പ്ലസ് അദ്ദേഹത്തിന് അഡീഷണൽ ആയിട്ട് LPB വരുന്നതിന് 2 പോയിന്റ് കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ 3 പോയിന്റ് ആയിട്ട് മാറും ആ വ്യക്തിയെ സംബന്ധിച്ചോളം. ഗ്ലോബൽ റെഡ് ഡയമണ്ട് ഡയറക്ടറിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് നമ്പർ നോക്കാം. ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ വ്യക്തി ഗ്ലോബൽ റെഡ് ഡയമണ്ട് ഡയറക്ടറിലേക്ക് ജമ്പ് ചെയ്തു, അദ്ദേഹത്തിന് 3 ലെഗ് LPB, 1 ലെഗിന് 3 ലെഗ് LPB ആയിട്ട് വന്നു. അപ്പോൾ ടൈറ്റിൽ ജമ്പ് ചെയ്തതിന്റെ 1 പോയിന്റും അഡീഷണൽ വന്ന 2 ലെഗിന്റെ പോയിന്റ് 2 വെച്ചിട്ട്, അപ്പൊ 2, 2, 4 ടോട്ടൽ 5 പോയിന്റ് അദ്ദേഹത്തിന് എലിജിബിൾ ആയി അർത്ഥമാണ്. 5 പോയിന്റ് അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ GBD ലെവലിലേക്ക് ജമ്പ് ചെയ്ത വ്യക്തി LPB അഡീഷണൽ വരുന്നുണ്ടെങ്കിൽ 2 പോയിന്റ് അഡീഷണൽ ആയിട്ട് കിട്ടും അർത്ഥം. GRDD വരുമ്പോൾ ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ നോക്കാം, ഇങ്ങനെയൊക്കെ പോയിന്റ് കിട്ടുമ്പോൾ നമുക്ക് 4 മാസം കൊണ്ട് എത്ര പോയിന്റ് കിട്ടിയെന്നാണ് കമ്പനി നോക്കുക. അപ്പോൾ അവിടെ നമുക്ക് പോയിന്റ് വാല്യൂ 1 പോയിന്റിന് മാക്സിമം ക്യാപ്പ് കൊടുത്തിരിക്കുന്നത് 20,000 രൂപ, 20,000 റുപ്പീസാണ്. അപ്പൊ നിങ്ങളിപ്പോ ഡയമണ്ടിലേക്ക് ഒരാൾ ജമ്പ് ചെയ്ത് വന്നു, നിങ്ങൾക്ക് 1 പോയിന്റ് കിട്ടി. സെക്കൻഡ് മന്ത് നിങ്ങൾ ഡയമണ്ട് മെയിൻറ്റെയിൻ ചെയ്തു, 2 പോയിന്റ് കിട്ടി. തേർഡ് മന്ത് നിങ്ങൾ 3 പോയിന്റ് കിട്ടി. ജമ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 1 പോയിന്റ് അഡീഷണൽ ആയിട്ട് കിട്ടി. അങ്ങനെ 4th മന്തിലേക്ക് 4 മാസം നിങ്ങൾക്ക് ആ 1 പോയിന്റ് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് 20,000 into 4 80,000 റുപ്പീസ് നിങ്ങൾക്ക് ഇൻകം ആയിട്ട് വന്നു. ആലോചിച്ച് നോക്കുക. ഇനി അതിന് പകരം നിങ്ങൾ നേരിട്ട് ബ്ലാക്ക് ഡയമണ്ടിലേക്കാണ് ജമ്പ് ചെയ്തെങ്കിലോ, എത്ര ജമ്പ് ചെയ്താലും 1 പോയിന്റ് തന്നെയാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ടൈറ്റിൽ ജമ്പിന് അതിന് കൂടെ അഡീഷണൽ ആയിട്ട് LPB കൂടി വന്നാൽ 2 പോയിന്റ് വെച്ച് കിട്ടുന്നു. അങ്ങനെ 4 മാസം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 4 മാസം 2 പോയിന്റ് വെച്ച് കിട്ടിയാൽ 4 into 2 എന്ന് പറഞ്ഞാൽ 8 പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നു. 8 into 20 1,60,60,000 രൂപ നിങ്ങൾക്ക് എലിജിബിൾ ആണെന്ന് അർത്ഥം. ഇതാണ് 2 crore ക്ലബിന്റെ ഇൻകം സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയമണ്ടിലേക്ക് ജമ്പ് ചെയ്യാം. അതിന് ഏത് സഹായിക്കും? നമ്മളെ ഇവിടെ ഇരിക്കുന്ന നിരവധി SCD പ്ലാറ്റിനം ലെവലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ പറ്റും? ശ്രീലങ്കൻ ട്രിപ്പ് കണക്ട് ചെയ്യാം. ശ്രീലങ്ക അവിടെ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ നമ്മുടെ ക്യാഷ് റിവാർഡ് അത് ക്ലബ് ചെയ്യിപ്പിക്കുക, അതിലേക്ക് ചെയ്യിപ്പിക്കുക. അപ്പൊ അങ്ങനെ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് എത്താൻ സാധിക്കും. അപ്പൊ LPB ലേക്ക് എങ്ങനെ കൂട്ടാൻ പറ്റും? അതും ക്ലബ് ചെയ്യിപ്പിക്കാം. നമുക്ക് 10 വർഷം ക്ലബ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ ഇതിനകത്തേക്ക് വരുന്നതാണ്. ഇങ്ങനെയാണ് നമ്മുടെ 3 ഓഫറുകൾ. 4ാമത്തത് അഗ്രികൾച്ചറിനെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന പോയിന്റ്സ് ആണ്. നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്നത്
PV 45% PV യിലൊക്കെ 50 PV ആക്കിയിട്ടുണ്ട്. അതുപോലെ 50% PV യിലൊക്കെ 60% PV ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ BV വന്നിട്ടുണ്ട്. അത് അതിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. അഗ്രികൾച്ചറിൽ ബില്ല് ചെയ്യുന്ന സമയത്ത് നാളെ മുതൽ, അതായത് 21 ഏപ്രിൽ മുതൽ ബില്ല് ചെയ്യുന്ന മുതൽ ഒക്ടോബർ മാസം വരെ ബില്ല് ചെയ്യുന്നവർക്ക് നേരത്തെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ആക്ടിവേറ്റിയുടെ 3 യൂണിറ്റ് ഉണ്ട് 100 ml. അതിന് 45% BV ആണെങ്കിൽ ഇപ്പൊ അതിന് 50% നമുക്ക് BV കിട്ടുന്നു. 50% BV നമുക്ക് കിട്ടുന്നു. അത് പോയിന്റ് അഡീഷണൽ ആയിട്ട് 50% നമുക്ക് കിട്ടുന്നു എന്നർത്ഥം. അതേപോലെ തന്നെ ആക്ടിവേറ്റ് 500 ml ഉണ്ട്. അതിന് നമുക്ക് 40% കിട്ടുന്നു. അത് 50 ആക്കി കിട്ടുന്നു. അതേപോലെ തന്നെ ആക്ടിവേറ്റ് 5 ലിറ്ററിൻ്റെത് നമുക്ക് 45 ആയിരുന്നു. അതിന് 50 കിട്ടുന്നു. അതുപോലെ ആക്റ്റീവ് ഗോൾഡും ആക്റ്റീവ് സൈമും ഇതൊക്കെയുണ്ട്. അതൊക്കെ നമുക്ക് 50 BV ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ BV ഉണ്ടെങ്കിൽ അതിപ്പം 60 BV ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അപ്പൊ അത് വലിയൊരു മാറ്റം നമ്മുടെ ടൈറ്റിൽ ജമ്പിലൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് കർണാടക പോലുള്ള സ്റ്റേറ്റിലൊക്കെ നമുക്ക് ടീം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ബില്ലിംഗ് അഗ്രികൾച്ചർ നടക്കുന്ന കർണാടകയാണ്. കാരണം അവർ 33 കോടി ടേൺ ഓവർ ചെയ്ത സമയം ഉണ്ടായിരുന്നു ഒരു മാസം. അന്ന് 13 കോടി വന്നിരുന്നത് അഗ്രികൾച്ചർ മാത്രമായിരുന്നു. അപ്പം അവിടേക്കൊക്കെ ശരിക്കും നമുക്ക് പ്രൊമോട്ട് ചെയ്യും. നമ്മുടെ ഇതിലും കുറെ ആൾക്കാർ ചെയ്യാറുണ്ടല്ലേ. നമുക്കും നമ്മുടെ നാട്ടിലും കൃഷി, വയനാട്ടിലും മൂന്നാറിലൊക്കെ കുറെ പേര് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കും ഈ അഗ്രി ധമാക്ക ശരിക്കും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത് അതിനകത്ത്. സോ ഇതാണ് നമ്മുടെ ഓഫറുകൾ. ഇനി ഞാൻ നിങ്ങളോട് കണക്ട് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കി നമുക്ക് അല്ലെ. നമുക്ക് എങ്ങനെ ഒരു പുതിയ വ്യക്തിയോട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഒരു പക്ഷേ അത് ക്യാച്ച് ചെയ്യണമെന്നില്ല. അപ്പൊ അവർക്ക് നമ്മൾ പ്രസന്റേഷൻ കൊടുക്കുന്ന സമയത്ത് സിമ്പിൾ ആക്കിയിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, ഏത് രീതി നമുക്കത് കണക്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് കൺവിൻസ് ചെയ്തെടുക്കാം, അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മൾ ഇനി അടുത്ത ഘട്ടം നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയൊക്കെ ക്ലബ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു മാസ്റ്റർ പ്ലാൻ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം. സോ അതാണ് നമുക്ക് ഇവിടെ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്റെ വോയിസ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? തുഫാൻ 2024 ഇത് നമുക്ക് നോക്കാം. ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, പുതിയതായിട്ട് നിങ്ങൾ ഒരു പുതിയൊരു വ്യക്തിയാണ് കൊണ്ടുവരുന്നു. നോക്കൂ, ഫസ്റ്റ് മന്ത് ഇതാ നോക്കൂ, ആ പിക്ചറിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് പ്ലാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ ഏപ്രിൽ ജോയിൻ ചെയ്തൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മന്ത് അദ്ദേഹം അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞു എന്താണ് ക്യാഷ് ബോണസിന്റെ അല്ലെ, നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ട കാര്യം പറഞ്ഞു കൊടുത്തു, ക്യാഷ് റിവാർഡ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനെ ജോയിൻ ചെയ്യിപ്പിച്ചു. അദ്ദേഹം എന്ത് ചെയ്യുന്നു, പേഴ്സണൽ PV 100 PV, അതായത് 2200 PV അദ്ദേഹം ചെയ്യുന്നു. പ്ലസ് 2 വ്യക്തികളാണ് കൊണ്ടുവരുന്നത് അല്ലെ, പുതിയ വ്യക്തികളാകുമ്പോൾ. അപ്പൊ അദ്ദേഹം A എന്നുള്ള വ്യക്തിനെ B എന്നുള്ള വ്യക്തിനെ കൊണ്ടുവന്നു. ആ 2 ഗ്രൂപ്പിൽ നിന്നും ഒരുപക്ഷെ അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇദ്ദേഹത്തിന്റെ ടീമിൽ ആളുണ്ടാവും A അവിടുന്ന് 4000 BV ഈ മാസം എത്തിച്ചു. ബിയിലും ഒരു 4000 BV കൊണ്ടുവന്നു. ഈ സമയത്ത് അദ്ദേഹം സീനിയർ കൺസൾട്ടന്റ് ലെവലിലേക്ക് ജമ്പ് ചെയ്യുന്നു. FSP അച്ചീവർ ആയിട്ട് മാറുന്നത് ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാമിലേക്ക് എത്തും. അപ്പൊ ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാമിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് എഴുതി കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പ്രസന്റ് ചെയ്ത് കൊടുക്കുക. FSPയിൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ നമുക്ക്, FSPന്റെ ബെനിഫിറ്റ് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു, കാരണം ഇല്ലാത്തവർ ലീഡേഴ്സിനോട് വാങ്ങിക്കാം. അപ്പൊ FSP അച്ചീവറുമായിട്ട് മാറി അതിന്റെ കൂടെ ടൈറ്റിൽ ജംപ് പ്രോഗ്രാമിലേക്ക് അദ്ദേഹം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. എന്താ ടൈറ്റിൽ ജംപ് പ്രോഗ്രാം ഇപ്പൊ നമുക്ക് നടക്കുന്നുണ്ട് അല്ലെ. സർട്ടിഫിക്കറ്റ് അച്ചീവറായിട്ട് മാറുന്നു. അദ്ദേഹത്തിന് സ്റ്റേജിൽ നമ്മുടെ കമ്പനി നടന്ന പ്രോഗ്രാമിൽ ഒരു സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. അപ്പൊ ആ ടൈറ്റിൽ ജംപ് പ്രോഗ്രാമിലേക്ക് അദ്ദേഹം ക്വാളിഫൈ ചെയ്യുന്നു. അതും വലിയൊരു മൈലേജ് കിട്ടുന്ന കാര്യമാണ്. FSP അച്ചീവറായി ടൈറ്റിൽ ജംപിലേക്ക് വന്നിരിക്കുന്നു. പ്ലസ് അദ്ദേഹത്തിന് എന്താണ് APB ബോണസ് അദ്ദേഹത്തിന് പേഴ്സണലി ചെയ്തതിന് 10% 270. ഈ 2 ഗ്രൂപ്പിൽ ഇവരുടെ എല്ലാം 7% കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 3% 240 പ്ലസ് നമ്മുടെ ഫസ്റ്റ് ക്യാഷ് റിവാർഡ് അല്ലെ, ധൻവർഷം എന്ന് പറഞ്ഞ നമ്മുടെ 1000 rupees. അപ്പം 1510 രൂപയാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നത്. ക്ലിയർ? എത്രയാണ്? 1510 രൂപ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു വ്യക്തി നമ്മൾ ജോയിൻ ചെയ്തിട്ട് അദ്ദേഹത്തിന് അടുത്ത മാസം 1500 രൂപ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അയാൾ എക്സൈറ്റഡ് ആവുമല്ലോ. തീർച്ചയായിട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റണം. പ്ലസ് FSPന്റെ ഫ്രീ പ്രൊഡക്റ്റ് 900 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ഡിസ്കൗണ്ട് ലോയൽറ്റി ഇതെല്ലാം ഇതൊക്കെ ക്ലബ് കണക്ട് ചെയ്യപ്പെടും ഇതിനകത്തേക്ക് അല്ലെ. ഇത് ഇനി നെക്സ്റ്റ് മന്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ നോക്കുക, ഇത് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മാസം ജോയിൻ ചെയ്ത വ്യക്തിയാണെങ്കിലോ 2 പകരം 4 വരേണ്ടത്. ആ സമയത്ത് അദ്ദേഹത്തിന് വരാൻ പോകുന്നത് ഈ പറഞ്ഞ FSP അച്ചീവറും ടൈറ്റിൽ ജമ്പും ഒക്കെ കിട്ടും. 1500 പകരം 1750 കിട്ടും കേട്ടോ. 1750 കിട്ടും ഇതിന് 2 പകരം 4 വരുന്ന സമയത്ത്. കാരണം കഴിഞ്ഞ മാസം വരെയുള്ള ആളുകളെ സംബന്ധിച്ചോളം ആണെങ്കിൽ ഇനി നിങ്ങൾക്ക് നോക്കാം, നമ്മുടെ ഗ്രൂപ്പിൽ 15ലും 13ലും നിൽക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ഇൻകത്തിൽ ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവാം. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ അറിയാൻ പറ്റുന്നതാണ്. സെക്കൻഡ് മന്തിലേക്ക് ഇപ്പൊ ഈ ന്യൂ ജോയിൻ വ്യക്തി ഏപ്രിൽ കഴിഞ്ഞ് മെയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യണം? ഇതേ 4 ലെഗ് മെയിൻറ്റെയിൻ ചെയ്യണം. 2 ലെഗ് ഓൾറെഡി ഉണ്ട്, പുതിയതായിട്ട് 2 ലെഗ് കൂടി വന്നു. അപ്പൊ ടോട്ടൽ അദ്ദേഹത്തിന് 4 ലെഗ് വന്നു അല്ലെ. കഴിഞ്ഞ മാസത്തിലെ 2ഉം ഈ പ്രാവശ്യം പുതുതായിട്ട് മെയ് മാസത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം സെക്കൻഡ് മന്തിലേക്ക് വന്നപ്പോൾ 2ാമത് കൂടി വന്നു. അപ്പോൾ അവരെല്ലാം 4000 കീപ്പ് ചെയ്തു. ഈ 4000 അതേപോലെ GBV 4 ഗ്രൂപ്പിലായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ PV 100 PV 2200 കൂടി ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നത് 2250 രൂപയാണ്. സെക്കൻഡ് മന്തിലേക്ക് എത്തുമ്പോൾ 2250 രൂപ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
അപ്പൊ അദ്ദേഹം 10 സീനിയർ കൺസൾട്ടന്റ് തന്നെയാണ്. ബാക്കി എല്ലാവരും 7ൽ തന്നെയായിരിക്കും. കാരണം എയും ബിയും 8000 BB എത്തിയിട്ടുണ്ടാവുള്ളൂ ആ സമയം. 8100 വരുമ്പോഴാണ് 10ലേക്ക് പോകുക. അവരെത്താത്തതുകൊണ്ട് അവര് 7ലാണ്. മറ്റു രണ്ട് സിയും ഡിയും പുതിയതായിട്ട് തുടങ്ങിയാണ്, ഈ മാസം വന്നതാണ്. ദെൻ തേർഡ് മന്തിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? യു എന്നുള്ള വ്യക്തി സൂപ്പർവൈസർ റാങ്കിലേക്ക് പോയി, 13% എത്തിക്കഴിഞ്ഞു. കാരണം മൂന്നാമത്തെ മാസത്തെ ടോട്ടൽ അക്യുമുലേറ്റ് ചെയ്ത് വന്ന BV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 13% റാങ്കിലേക്ക് ക്വാളിഫൈ ചെയ്യാണ്. അപ്പൊ എയും ബിയും 10%ലേക്ക് എത്തി, സിയും ഡിയും 7ൽ തന്നെ നിൽക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 3071 രൂപയായിട്ട് മാറി. സൂപ്പർവൈസർ റാങ്കിൽ 3000 രൂപീസ് കിട്ടുന്നത്. ക്യാഷ് റിവാർഡ് പ്രോഗ്രാമിൽ എലിജിബിൾ ആയിട്ട് അദ്ദേഹത്തിന് 3000, 2000 രൂപ പ്ലസ് APB ബോണസ് കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3071. നമ്മൾ നേരത്തെ വെറും 2000 മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ? ഇവിടെ 3071 ആയിട്ട് മാറുന്നു സൂപ്പർവൈസർ റാങ്കിലേക്ക് വരുമ്പോൾ. ഫോർത്ത് മന്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു വിചാരിക്കാം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 13% തന്നെ നിൽക്കുന്നു. സീനിയർ കൺസൾട്ടന്റ് ആണ്. ഇവിടെ എയും ബിയും സിയും ഡി എല്ലാവരും 10% തന്നെയാണ് നിൽക്കുന്നത് ആ സമയത്ത്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചോളം 3831 രൂപ ഫോർത്ത് മന്ത് അദ്ദേഹത്തിന് ക്യാഷ് റിവാർഡ് ആയിട്ട് കിട്ടുന്നു അർത്ഥം. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, 3831 ഈ 4 മാസം കൊണ്ട് 3831, അതോടൊപ്പം 3071 പ്ലസ് 2250, 1510. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തി 4 മാസം കൊണ്ട് 10660 രൂപയാണ് ടോട്ടൽ ഏൺ ചെയ്യാൻ പോകുന്നത് അല്ലെ. 7500 രൂപ ക്യാഷ് റിവാർഡ്സ് പ്ലസ് APB കൂടി 10660 രൂപയാണ് അദ്ദേഹത്തിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫോർത്ത് മന്തിലേക്ക് വരുന്ന സമയത്ത്. ക്ലിയർ? ഇപ്പൊ 3880 രൂപ അദ്ദേഹത്തിന് കിട്ടുന്നു. ഇനി ഇങ്ങനെ താഴെ ഈ പറഞ്ഞ നമ്മുടെ ഈ ക്യാഷ് റിവാർഡ് ക്വാളിഫൈ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അതുകൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ ഇൻകത്തിലേക്ക് പോകട്ടോ. ഓക്കെ, ഇത് ഇനി നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. കഴിഞ്ഞ മാസം NQD എന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഇതിലേക്ക് ക്വാളിഫൈ ചെയ്യിപ്പിക്കാൻ പോകും. അതപ്പോ നമ്മൾ ഇനി നോക്കേണ്ടത് എന്താ പറയുക, ശ്രീലങ്കൻ ക്വാളിഫിക്കേഷൻ ആണ്. എങ്ങനെയാണ് നോക്കൂ. സോ ടീം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മൾ NQD നിൽക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ധൻവർഷ കണക്ട് ചെയ്തുകൊണ്ട് ശ്രീലങ്കയിലേക്ക് പോകാന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനുള്ള NQDയോട് ഇമ്മീഡിയറ്റ് പറഞ്ഞത്രേ ഉള്ളൂ. അവരുടെ ഇനിയിപ്പോ ഫസ്റ്റ് ലെഗിൽ ഒരു ലെഗിൽ തന്നെ 2 ധൻവർഷ വന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആദ്യത്തെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ, ഒന്നാമത് കൊടുത്ത എയും ബിയും രണ്ടുപേരും ധൻവർഷ ക്വാളിഫൈ ചെയ്തു. എന്താ ചെയ്തത്? 100 BB ചെയ്ത് അവരുടെ താഴെ 4 വ്യക്തികൾ 4000 BB വെച്ച് വന്നപ്പോൾ ടോട്ടൽ GBV 18700 വന്നു 2 ഗ്രൂപ്പിലും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ യു എന്നുള്ള വ്യക്തി, NQD എന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് ഡയറക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു അല്ലെ. ശ്രീലങ്കയിലേക്ക് 2 പോയിന്റ് കിട്ടി, NQD 2 പോയിന്റ് കിട്ടി. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന ധൻവർഷ എന്നുള്ള വ്യക്തികളെ ക്വാളിഫൈ ചെയ്യിപ്പിച്ചിട്ട് ബാക്കിയുള്ള 7 മാസം അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 7 മാസം കൊണ്ട് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് ശ്രീലങ്കയിലേക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് അത്. അപ്പൊ ഇങ്ങനെ 2 ധൻവർഷനെ ക്വാളിഫൈ ചെയ്യിപ്പിച്ചാൽ ടീമിൽ ആ വ്യക്തിക്ക് ഡയറക്ടർ റാങ്കിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ആ ധൻവർഷ അച്ചീവ്മെന്റിലേക്ക് എടുക്കാൻ പറ്റുന്ന 2 വ്യക്തികൾ ആരാണെന്നുള്ള സെലക്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അങ്ങനെ ക്വാളിഫൈ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ എന്നുള്ള ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ ഡയറക്ടർ പോകാൻ നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും ഡയറക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ധൻവർഷ 2 പേർ തന്നെ വന്നാലും മതി. NQD ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ധൻവർഷ 2 വ്യക്തികളെങ്കിലും മിനിമം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടർ റാങ്കിലേക്ക് എത്താൻ സാധിക്കും. ഞാൻ പറഞ്ഞത് 2 ഒതുക്കണ്ട, എത്രമാത്രം വരുന്നോ അത്രയും വരട്ടെ. നിങ്ങൾ അടുത്ത ലെവലിലേക്ക് ടൈറ്റിൽ ജമ്പ് ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യേകത വേറെ വരാൻ പോകുന്നത്. ഓക്കെ, ഇനി SD എന്നുള്ള വ്യക്തി അവിടെ നിങ്ങൾ നോക്കുക. ഒരു സീനിയർ ഡയറക്ടറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടീമിൽ ഒരു ഡയറക്ടറെ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. ആ ഡയറക്ടറുടെ താഴെ 2 ധൻവർഷയും ഈ SD എന്ന യു എന്നുള്ള വ്യക്തിയുടെ അതർ ലെഗ്സിൽ അവിടെ 2 ധൻവർഷം കൂടി വന്നാൽ ഇദ്ദേഹത്തിന് SD മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. അപ്പൊ നമ്മൾ എത്ര ടോട്ടൽ 4 വ്യക്തികൾ ധൻവർഷ ക്വാളിഫൈ ചെയ്യുന്നു. അതിൽ ഒരു വ്യക്തി ഈ പറഞ്ഞ ഡയറക്ടർ റാങ്കിൽ എത്തുന്ന വ്യക്തി ശ്രീലങ്കയിലേക്കുള്ള പോയിന്റ്സിലേക്കും ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരു ശ്രീലങ്കയും 4 ധൻവർഷം വരുമ്പോൾ അദ്ദേഹത്തിന് സീനിയർ ഡയറക്ടറിലേക്ക് പോകാൻ സാധിക്കുന്നു അർത്ഥം. അപ്പോൾ നമ്മുടെ അനദർ ലെഗിൽ 2 ധൻവർഷ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന് അണ്ടർലൈനിലും മതി, അല്ലെങ്കിൽ സെപ്പറേറ്റ് 2 ലെഗിലായാലും മതി, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല ഇതിനകത്തേക്ക്. സോ അങ്ങനെ വരുമ്പോൾ ഡയറക്ടർ താഴെ വരുമ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ 18500, ഇവിടെ 14700 ആണ് വരുന്നത്. എന്തുകൊണ്ടാണ്? ഓട്ടോമാറ്റിക്കലി ഈ പോയിന്റ്സ് ഇതിലേക്ക് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 4000 കുറവ് അവിടെ ഉണ്ടാവും. അപ്പൊ എന്നാൽ പോലും അദ്ദേഹത്തിന് സീനിയർ റാങ്കിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യുന്നു, അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുന്നു. അപ്പം ഇത് ഒരു NQD ആണ് ഇതിലേക്ക് ജമ്പ് ചെയ്ത് വെച്ചാൽ 3 പോയിന്റ് കിട്ടുന്നു അല്ലെ. NQDക്ക് 3 പോയിന്റ്സ് കിട്ടും ഇങ്ങനെ വരുമ്പോൾ. അപ്പൊ 5 മാസം കൊണ്ട് അദ്ദേഹത്തിന് ശ്രീലങ്ക പിടിക്കാൻ പറ്റും NQDയെ സംബന്ധിച്ചോളം. സീനിയർ ഡയറക്ടറിലേക്ക് ജമ്പ് ചെയ്ത് വന്നാൽ, ധൻവർഷം പ്രൊമോട്ട് ചെയ്തിട്ട് ഇതേപോലെ പ്രൊമോട്ട് ചെയ്ത് വന്നാൽ 5 മാസം കൊണ്ട് ശ്രീലങ്കൻ ട്രിപ്പിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന അർത്ഥം. സിമ്പിൾ ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഒരു ED സംബന്ധിച്ചുള്ള ED ക്വാളിഫൈ ആണ് എക്സിക്യൂട്ടീവ് ഡയറക്ടറിലേക്ക്. ഇപ്പോൾ NQD ആയിക്കോട്ടെ, ഏത് റാങ്കിൽ. ഇപ്പോൾ ഡയറക്ടർ റാങ്കിലേക്ക് വ്യക്തി സീനിയർ ഡയറക്ടറും കഴിഞ്ഞു, എക്സിക്യൂട്ടീവ് ജമ്പ് ചെയ്താൽ 3 പോയിന്റ് കിട്ടും. അതിന് എന്ത് ചെയ്യണം? അവിടെ ആ 2 ലെഗിലെ ഡയറക്ടർമാരെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി അവരുടെ 2 പേരുടെയും താഴെ 2 ധൻവർഷ വ്യക്തികളെ ക്വാളിഫൈ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ
അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ലെഗിൽ ഒരു ധൻവർഷ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇ ഡി ഡയറക്ടർ റാങ്കിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഒരു ഇ ഡി നിങ്ങളുടെ ടീമിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ഇ ഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൽ പി വി ലെഗിലേക്ക് എത്തി. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാൽക്കുലേഷൻ. ഇതൊക്കെ ക്ലിയർ ആയല്ലോ അല്ലെ? കാരണം അതായത് നമ്മൾ ഇ ഡിക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ 2 ഡയറക്ടർമാർ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അത് അവരുടെ താഴെ 2 ധൻവർഷ വരുന്നു. അങ്ങനെ നേരത്തെ എൻ ക്യു ഡി നിൽക്കുന്ന ആളുകളാണെങ്കിൽ കേട്ടോ, പുതുതായിട്ട് ഒന്നും എത്തില്ല, ഞാൻ പറഞ്ഞത് നേരത്തെ എൻ ക്യു ഡിയിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടാവും. അവർ അങ്ങനെ വരുമ്പോൾ ആ 2 ധൻവർഷ ആ 2 എൻ ക്യു ഡിസ് താഴെ വരുമ്പോൾ അവർ ഡയറക്ടർ റാങ്കിലേക്ക് വരികയും 2 ലെഗിൽ ക്വാളിഫിക്കേഷൻ വന്നു. മൂന്നാമത് നമുക്കൊരു ധൻവർഷ വന്നാൽ 18,700 ബി വന്നു. നമുക്ക് എത്ര മതി ശരിക്കും? ഇ ഡിക്ക് വേണ്ടത് എത്രയാണ്? 600 ബി ആണ്. 600 ഇൻറ്റു 27 എന്ന് പറഞ്ഞാൽ 16,200 മതി. പക്ഷെ 18,700 വന്നവിടെ ഇ ഡി റാങ്കിലേക്ക് ക്വാളിഫൈ ചെയ്തു. ആ ഇ ഡിയെ സംബന്ധിച്ചോളം ശ്രീലങ്കൻ ട്രിപ്പിലേക്കുള്ള പോയിന്റ്സ് കണക്ട് ചെയ്യപ്പെടുന്നു. ആ ഇ ഡിയുടെ തൊട്ട് മുകളിലൊരു ലീഡർ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആ ലെഗ് എൽ പി ബി ലെഗ് ആയിട്ട് മാറി. നിങ്ങളുടെ ഇൻകം ഭയങ്കരമായിട്ട് ജമ്പ് ചെയ്തു. അങ്ങനെയാണ് ഇതിനെ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ക്ലബ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. ഇനി എൽ പി വി നമുക്ക് നോക്കാം. എൽ പി വി നമുക്ക് എങ്ങനെ നോക്കാം? ഇവിടെ നോക്കൂ. ഇനി അതല്ല, നിങ്ങൾ സീനിയർ ഡയറക്ടറിൽ നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഒരു എൽ പി വിയിലേക്ക് വേണം എന്ന് വിചാരിക്കുക. എൽ പി വി വരണം എന്ന് വിചാരിച്ചോളൂ. എന്താ സംഭവം ചെയ്യേണ്ടത്? ഇത്ര നിങ്ങളെ പവർ ലെഗ് വന്നിട്ട് എയുടെ ലെഗാണ്. എനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അതർ ലെഗിൽ 2 നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 2 ധൻവർഷ അച്ചീവേഴ്സിനെ വന്നു അല്ലെ? എയുടെ താഴെ A1 ഉണ്ട്. അദ്ദേഹത്തിന് പി ജി ബി സൈഡ് ലെഗില് 2 ധൻവർഷ അച്ചീവേഴ്സ് വന്നിട്ടുണ്ട്. ആ A1 താഴെ ഒരു ഡയറക്ടർ വന്നു, സീനിയർ ഡയറക്ടർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ A2 ആണ്. A2 എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അണ്ടറിൽ 2 ധൻവർഷ ഉണ്ട്. അപ്പം ഇവരൊക്കെ നേരത്തെ എൻ ക്യു ഡിസിൽ നിന്ന ആളുകളായതുകൊണ്ട് തന്നെ A2 ഡയറക്ടർ റാങ്ക് ക്വാളിഫൈ ചെയ്തു. A2 ഡയറക്ടർ റാങ്ക് ക്വാളിഫൈ ചെയ്തു. അദ്ദേഹത്തിന് ശ്രീലങ്കൻ പോയിന്റ്സിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. തൊട്ട് മുകളിലെ A1 സീനിയർ ഡയറക്ടറിലേക്ക് വന്നു. അദ്ദേഹത്തിനും ശ്രീലങ്കൻ ലെവലിലേക്ക് ക്വാളിഫിക്കേഷനിലേക്കുള്ള പോയിന്റ് വരുന്നു. അതിന്റെ മുകളിലും SD ആണ് സീനിയർ ഡയറക്ടർ ആയിട്ട് മാറിയേ. അദ്ദേഹത്തിനും ശ്രീലങ്കനിലേക്ക് വരുന്നു. നിങ്ങളെ സംബന്ധിച്ചോളം എയുടെ ഗ്രൂപ്പ് മൊത്തം വോളിയത്തിൽ എൽ പി ബി ലെഗ് ആയിട്ട് മാറി. ടോട്ടൽ വോളിയം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം എൽ പി ബി ലെഗ് ആയിട്ട് മാറി എയുടെ വോളിയം. നിങ്ങൾക്ക് ആ യു എന്നുള്ള വ്യക്തിക്ക് സൈഡ് ലെഗില് 2 ധൻവർഷ അച്ചീവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളും സീനിയർ ഡയറക്ടർ റാങ്കിൽ എത്തുന്നു. ഇതിന്റെ മാജിക് എന്ന് പറയുന്നത് ഇങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലെഗിൽ തന്നെ 5 ധൻവർഷ അച്ചീവേഴ്സും 3 ശ്രീലങ്കൻ അച്ചീവേഴ്സും വരികയാണ് അവിടെ. അപ്പൊ 5, 3, 8 പേര് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്തു എന്നർത്ഥം. സൈഡിൽ 2 പേരും. അങ്ങനെ വന്നാൽ ഈ വ്യക്തി യു എന്നുള്ള വ്യക്തി നമ്മുടെ 25K ക്വാളിഫൈ ചെയ്തു. അദ്ദേഹത്തിന്റെ ഇൻകം ടോട്ടൽ 28,000 രൂപ കവർ ചെയ്തിട്ട് പോയി. 28,000 റുപ്പീസിന്റെ മുകളിലേക്ക് അദ്ദേഹത്തിന് ഇൻകം. അവർ നമ്മുടെ 25K സിൽവർ ക്ലബ് മെമ്പറായിട്ട് മാറുന്നു. സ്പെഷ്യൽ റെക്കഗ്നേഷൻ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നു അർത്ഥം. എൽ പി ബി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ധൻവർഷയും ശ്രീലങ്കൻ ട്രിപ്പിനെയും കണക്ട് ചെയ്യാം. ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏതാണ് ഇങ്ങനെ ഒരു ഇ ഡി വന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൽ പി വിയിലേക്ക് എത്താം. അതല്ല ഒരു എസ് ഡി ആണ് നമ്മുടെ ഫോക്കസ് ചെയ്താൽ അവിടെ ആ എസ് ഡിയുടെ താഴേക്ക് ഇത്രയും ധൻവർഷ അച്ചീവേഴ്സ് വരികയും ചെയ്താലും എൽ പി വി വരുന്നു. അദ്ദേഹം 25K സിൽവർ ക്ലബ് മെമ്പറിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നു ഇതിനകത്തേക്ക്. അപ്പൊ അങ്ങനെ ഓരോ ലെഗും നമുക്ക് എൽ പി വിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലോ സെക്കൻഡ് ലെഗും നിങ്ങൾക്ക് ഇതേപോലെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മൾ 50K ക്രോസ് ചെയ്യപ്പെടുന്നു. തേർഡ് ലെഗിൽ വന്നു. ഇതിന് താഴെ ടോട്ടൽ ഒരു 3 or 4 നമ്മുടെ മൂന്നാമത്തെ 25K അല്ലെങ്കിൽ 4ാമത്തെ 25 ഈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ 1 lakh ക്രോസ് ചെയ്യുന്നു സിമ്പിൾ ആയിട്ട്. അപ്പൊ ഈ പ്ലാനിൽ ഈ ഓഫർ വെച്ചുകൊണ്ട് ഈ വരുന്ന 4-5 മാസങ്ങൾ കൊണ്ട് നമുക്കൊരു 1 lakh മില്യണയർ ക്ലബ് മെമ്പറിലേക്ക് എത്താൻ ഞാൻ അതിന്റെ പ്ലാൻ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം കൂടി പറഞ്ഞുള്ള കൺഫ്യൂഷൻ ആക്കാൻ വെച്ചിട്ട് 25K വരെ നിർത്തി ഞാനിതാണ്. അപ്പൊ സെക്കൻഡ് ലെഗിലും നിങ്ങൾ ഇതേപോലെ എൽ പി വി ഇതേ ധൻവർഷയും ശ്രീലങ്കൻ ട്രിപ്പും കണക്ട് ചെയ്തുകൊണ്ട് ക്വാളിഫൈ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ 2-3 ലെഗ് ഏകദേശം ഇതേ റാങ്കിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ 4 ലെഗിലും ഇതേപോലെ വരുമ്പോൾ നിങ്ങൾ 1 lakh ക്രോസ് ചെയ്തു മില്യണയർ ക്ലബ് മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അപ്പൊ മില്യണർ ആവാൻ നമുക്ക് പോസിബിൾ ആണ്. 25K 50K ഗോൾഡൻ ക്ലബിലേക്ക് ഒക്കെ എത്താൻ സാധിക്കുന്നു. ടൈറ്റിൽ ജമ്പ് വരുന്നു, FSB ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സുവർണാവസരമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇത് ശരിക്കും നിങ്ങളൊന്ന് ഈ വരുന്ന ഒരു 3-4 മാസം അല്ലെങ്കിൽ 4-5 മാസം തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ റിസൾട്ട് നമ്മൾ വിചാരിക്കുന്നത് അപ്പുറത്തേക്ക് ജമ്പ് ചെയ്യും. കാരണം ഇഷ്ടം പോലെ ശ്രീലങ്കൻ അച്ചീവേഴ്സിനകത്തേക്ക് വരുന്നതാണ്. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്താൽ പോലും കിട്ടുന്ന പോയിന്റ്സ് ഒന്നും ഇതുവരെ കമ്പനി കൊണ്ടുവരാത്തൊരു കാര്യമാണ്. അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഈ രീതിയിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന 500 പേരുണ്ടായിരുന്നു. ഈ 500 പേരും ശ്രീലങ്കയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തപ്പോൾ കൊച്ചിയിൽ നിന്ന് മാത്രം എത്ര ഫ്ലൈറ്റ് വേണ്ടി നമുക്ക് നോക്കേണ്ടി വരും ഇതിനകത്തേക്ക്. അപ്പൊ ഈ എല്ലാവർക്കും ഇതിനകത്തേക്ക് പോസിബിൾ ആണ്, പോകാൻ പറ്റുന്നതാണ്. അത്ര രീതിയിൽ സിമ്പിൾ ആക്കിയിട്ടാണ് ഇപ്പൊ നമ്മളെ കമ്പനി നമുക്ക് ഈ ഒരു ഓഫർ കാര്യം വെച്ച് തന്നിരിക്കുന്നത്. ഇത് യൂസ് ചെയ്യുക, മാക്സിമം യൂസ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്ന് തന്നെ എൻറോൾമെന്റ് റിപ്പോർട്ട് എടുക്കുക. ആ റിപ്പോർട്ട് പോയിട്ട് നിങ്ങൾക്ക് ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട്
ആ എൻക്യൂഡീസിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുക്കണം. ആ കംപ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അവരെഴുതിയിട്ട് അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ 2 ധനവർഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിട്ട് മാറാൻ സാധിക്കും, ഡയറക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു, 2 പോയിന്റ് കിട്ടുന്നു. ഇങ്ങനെ 7 മാസം വന്നാൽ ശ്രീലങ്കയിലേക്ക് പോകാൻ പറ്റും. ഒരു 7 മാസത്തെ കാര്യമുള്ളൂ ജസ്റ്റ് ഡയറക്ടർ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ ഈ ഒരു ഓഫറിൽ നമുക്ക് പോസിബിൾ ആണെന്നുള്ളതാണ്. ഇതാണ് നമുക്ക് കമ്പനി തന്നിരിക്കുന്ന ബെസ്റ്റ് ഓഫർ. ഇത് ശരിക്കും ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക, ശരിക്കും അത് ഉപയോഗപ്പെടുത്തുക. നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അച്ചീവേഴ്സും ക്വാളിഫിക്കേഴ്സും നമ്മുടെ ടീമിൽ വരും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിലേക്കും ക്വാളിഫിക്കേഷനകത്ത് വരാനുള്ള ഒരു ചാൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാ ലെഗിനെയും. ഇനി ആ 2 crore ക്ലബിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ LPBയിലേക്ക് കൂട്ടിയും നിങ്ങൾക്ക് എത്ര ശ്രീലങ്ക ഓരോ ലെഗിൽ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ 6 ലെഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡയമണ്ടിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് 2 crore ക്ലബിലേക്ക് ഇവിടെ ക്ലബ് ജയിക്കാൻ കൂടി സാധിക്കുന്നു എന്ന് അർത്ഥം അതിനകത്ത് വരുമ്പോൾ. സോ ഇതാണ് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മുടെ അടുത്ത ലെവലിലേക്ക് ഉണ്ടാവും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ആർക്കെങ്കിലും സംശയങ്ങൾ കേട്ടതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.